ഗുഡ് ഈവനിങ്. കോഫി ടോക്ക് വിത്ത് PCTA പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിൽ 4:30 നടത്തുന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ ഭാഗമാണിന്ന്. ഇന്നത്തെ വിഷയം ചരിത്രവും സാമൂഹിക ആരോഗ്യവും. വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. എല്ലാ വിശിഷ്ടാതിഥികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് മനോഹർലാൽ സാർ, ജനറൽ സെക്രട്ടറി ഉഷാ മാം, അതുപോലെ തന്നെ ജോസഫ് ജോൺ സാർ, ഷാജു സാർ, അതുപോലെ ഓരോരുത്തരെയും പ്രത്യേകം എടുത്ത് പറയുന്നതിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന വിനോദ് കുമാർ സാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ജോസഫ് ജോൺ സാറിനെ ക്ഷണിക്കുകയാണ്. ജോസഫ് ജോൺ സാർ PCTA സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ആൾ. ഇന്ന് കോഫി ടോക്ക് വിത്ത് PCTA നമ്മോട് സംസാരിക്കുന്നത് വിനോദ് കുമാർ കല്ലോലിക്കൽ എന്ന തൂലികാ നാമത്തിൽ നിരവധി കൃതികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും രചിച്ചിട്ടുള്ളതും ഇപ്പോൾ മഹാരാജാസ് കോളേജിലെ ചരിത്ര വിഭാഗത്തിലെ പ്രൊഫസർ കൂടിയായ ഡോക്ടർ വിനോദ് കുമാർ സാറാണ്. അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പ്രാപ്പോയിൽ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ചെറുപുഴയ്ക്കടുത്താണ് കണ്ണൂർ ജില്ലയിൽ. അച്ഛൻ KG ശ്രീധരൻ, അമ്മ പത്മാവതി, ഭാര്യ ബിന്ദു വിനോദ്. അദ്ദേഹത്തിന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം, അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ്, ബാംഗ്ലൂർ TDUവിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് എന്നിവയുണ്ട്. തായോല, അന്നവിചാരങ്ങൾ, മഴ, മനുഷ്യൻ, ചരിത്രം, ജീവിതവും സിനിമയും, വിഭജിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളും തുടങ്ങി നിരവധി മലയാള കൃതികൾ കൂടാതെ ഇംഗ്ലീഷിലും രചനകൾ നിർവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ താമസം എറണാകുളത്ത് വെണ്ണലയിലാണ്. വിനോദ് കുമാർ സാറിന് ഇന്ന് കോഫി ടോക്ക് വിത്ത് PCTA നമ്മോട് സംസാരിക്കുവാനായിട്ട് സ്നേഹാദരങ്ങളോടെ എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഓവർ ടു വിനോദ് കുമാർ സാർ. താങ്ക് യു ജോസഫ് സാർ. ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ മനോഹർലാൽ സാർ, ശ്രീ അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ സാബു, ഉഷാലക്ഷ്മി, മറ്റ് സ്നേഹമുള്ളവർ, ഞാനൊരു ഹിസ്റ്ററിയിലൊരു മാഷാണ്. ഇവിടെ സാർ പറഞ്ഞതുപോലെ മഹാരാജാസ് കോളേജിൽ ഹിസ്റ്ററിയിൽ ആ വിഷയം കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ഞാനിവിടെ ടോപ്പിക് ഇവിടെ വ്യക്തമാക്കപ്പെട്ടതാണ് ചരിത്രവും സാമൂഹ്യ ആരോഗ്യവും എന്നുള്ള വിഷയം. ഞാനൊരു സാമൂഹ്യ ശാസ്ത്രത്തിന്റെ കാഴ്ചസ്ഥാനത്തു നിന്നാണ് ഈ ആരോഗ്യത്തെ കാണുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു മേഖലയായിരിക്കാം, എനിക്കത് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ തുടരുകയാണ്. അപ്പൊ അതിൽ ചില ഈ സാമൂഹ്യ ആരോഗ്യം എന്ന് പറയുമ്പോൾ സമൂഹത്തെ ഒരു ശരീരത്തിന്റെ മാതൃകയിൽ കാണേണ്ടതുണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് പൂർവകൽപ്പനകൾ ആവശ്യമാണ്, അതല്ലെങ്കിൽ സാമൂഹ്യ ആരോഗ്യം എങ്ങനെ നഷ്ടപ്പെടും, ഏത് രീതിയിൽ വീണ്ടെടുക്കാൻ പറ്റും തുടങ്ങിയ ധാരാളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സബ്ജക്റ്റിന്റെ വരമ്പുകൾ ഭേദിച്ചുകൊണ്ടാണ് ഇതിൽ കാണുന്നത്. അതൊരു പ്രശ്നമല്ല, അതൊരു കരുത്തായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മളിപ്പം ഈ കോഴിക്കോട് നടക്കുന്ന KLF-ല് സുനിത വില്യംസ്, നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വലിയ തോതിൽ സുനിത വില്യംസിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിരുന്നു. അതായത് സ്പിരിച്വാലിറ്റിയും സയൻസും തമ്മിൽ ഒത്തുചേർക്കുക, അതിനെ കൂട്ടിമുട്ടിക്കുക. അതേപോലെ ആ KLF-ൽ തന്നെ അത് മാതൃഭൂമിയിലെ ഈ ലക്കത്തിൽ, ഇന്ന് വന്ന ലക്കത്തിലുണ്ട്. അതായത് അനാമിക പറഞ്ഞ കാര്യം, ഐ ആം ദ ചൈൽഡ് ഓഫ് മൾട്ടിപ്പിൾ മദേഴ്സ് എന്നുള്ളതാണ്. ധാരാളം പരികൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് ഒന്നിലേക്ക് പോവുകയാണ്. ഇത് ശാസ്ത്രത്തിലാണെങ്കിലും സാമൂഹ്യ ശാസ്ത്രത്തിലാണെങ്കിലും ഒറ്റ പരികൽപ്പനയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ എല്ലാ മിക്ക സാമൂഹ്യ ശാസ്ത്രത്തിലും അതാണ് കാണുന്നത്, അതാണ് അവർക്ക് സ്വീകാര്യം. ആ രീതിയിൽ തന്നെയാണ് അതിൻ്റെ വഴിപടർപ്പുകൾ മുന്നോട്ട് പോവുക. അത് ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് പല ഘട്ടത്തിൽ ദർശിക്കാൻ പറ്റും.
പക്ഷെ നമ്മൾക്ക് വേണ്ടുന്ന ഇപ്പൊ ഈ അനാമിക മേഡം പറഞ്ഞ പോലെ, സുനിത വില്യംസ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സമീപകാലത്ത് കേരളത്തില് ധാരാളം കവികള്, മാർക്സിസ്റ്റ് ചിന്തകനായ KN പണിക്കർ തുടങ്ങിയ ധാരാളം ആൾക്കാർ പറഞ്ഞ പോലെ പലതിനെ നമുക്ക് സമന്വയിപ്പിക്കുമ്പോൾ സാമൂഹ്യ ആരോഗ്യം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് ഇന്ത്യൻ ഫിലോസഫി മാത്രമല്ല, ലോകത്തുള്ള ഒരുപക്ഷെ നമ്മളിങ്ങനെ ലോകത്തിലെ മൊത്തം ഫിലോസഫിയും മൊത്തം സാമൂഹ്യ ശാസ്ത്രത്തെയും, ഇപ്പൊ അറിവിന്റെ ഏറ്റവും ആദ്യമായിട്ട് തളിരിട്ട് വന്നതാണ് ഫിലോസഫി. ഇപ്പൊ ഒരു യൂറോപ്യൻ ഫിലോസഫി ആണെങ്കിലും ഇന്ത്യൻ ഫിലോസഫി ആണെങ്കിലും, ഇതിന്റെ ഫിലോസഫി എന്ന് പറയുന്നത് ഞാൻ ഒരു തത്വശാസ്ത്രം എന്ന രീതിയിലല്ല, അടിസ്ഥാന അറിവ് എന്ന രീതിയിലാണ് പറയുന്നത്. അതിപ്പോ ഇന്ത്യയിലെ യൂറോപ്പിലൊക്കെ മൊത്തം പരിശോധിച്ചാൽ എഴുത്തുകളൊക്കെ നമ്മൾ എന്താണ്, അരിസ്റ്റോട്ടലിന്റെ വർക്കുകൾ തൊട്ട് ഈ സോക്രറ്റിക് മെത്തേഡ് എന്ന് പറയുന്ന അത് തൊട്ട് പ്ലേറ്റോ, അല്ലെങ്കിൽ യൂറോപ്പിലെ ദെക്കാർത്തെ, അല്ലെങ്കിൽ യൂറോപ്പിലെ ഡേവിഡ് ഹ്യൂം, ജോൺ ലോക്ക്, ഫ്രാൻസിസ് ബെക്ക്, ഇതൊക്കെ നോക്കുമ്പോൾ സാമൂഹ്യ ആരോഗ്യമാണോ ഇതിലൊക്കെ വരുക എന്നാൽ അടിസ്ഥാന പ്രശ്നമായിട്ട് വരിക. സാമൂഹ്യ ആരോഗ്യം പലപ്പോഴും നമ്മൾക്കൊരു അടിസ്ഥാന പ്രശ്നമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് സാമൂഹ്യ ആരോഗ്യം എന്ന പരികല്പന കേവലമായിട്ടൊരു ഒരേ സമയത്ത് ഇടുങ്ങിയതും അതേ സമയത്ത് വിസ്തൃതമായതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ശരീരവുമായിട്ട് ആരോഗ്യത്തെ താരതമ്യം ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ പൂർവ്വകൽപ്പന ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ എന്നാണ് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് നമ്മുടെ സാമൂഹ്യ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയതെന്നാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ സാധിക്കുക? തദ്ദേശീയമായ അറിവിന്റെ ഇടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയാൽ സാമൂഹ്യ ആരോഗ്യം ലഭ്യമാണോ? കേരളത്തിലൊക്കെ നമ്മൾക്ക് ഈ തൊട്ടു മുമ്പ് ഞാൻ ഈ ചേവായൂരെ കുറിച്ച് ഇവിടുന്ന് പറയുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പൊ ചേവായൂരുള്ള ഈ കൃത്താർട്സ് ഒക്കെ എല്ലാ അറിവിന്റെയും കേന്ദ്രമായിട്ട് ചില പ്രത്യേക ഗോത്രങ്ങളെ, വർഗങ്ങളെയൊക്കെ കാണുന്നു. അപ്പൊ അതിലേക്ക് നമ്മൾ കേന്ദ്രീകരിച്ചാൽ, അതിലേക്ക് മാത്രം നമ്മൾ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ഈ ആരോഗ്യം, ഇപ്പം സാമൂഹ്യ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിൽ ഫിലോസഫിക്കലാണ്. ഞാൻ പറഞ്ഞു, കേരളത്തിലാണെങ്കിൽ നിസാർ അഹമ്മദ് അതിനെക്കുറിച്ച് ധാരാളമല്ല, എൻ്റെ ഓർമ്മയിൽ ഒരു പ്രധാനപ്പെട്ട ബുക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ TV മധു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇപ്പോൾ പ്രൊഫസറാണ്. സാറ് വിരമിച്ചില്ല എന്നാണ് എൻ്റെ വിചാരം. മധു സാറ് ഇതിനെക്കുറിച്ച് വളരെ വൈജ്ഞാനികമായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ PK പോക്കർ, അതേ യൂണിവേഴ്സിറ്റിയിലെ PK പോക്കർ മാഷ്. എന്നപ്പോ ഇത് ഒരു പുതിയ വിഷയമല്ല, വലിയ തോതിൽ ഡിബേറ്റ്സ് നടക്കുന്ന ഒരു കാര്യമാണ്. കേരളം പല കാരണങ്ങളാൽ കേരളം ഇതിന് ചെവി കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു, സാമൂഹ്യ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അതിനെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് എന്ന രീതിയിലല്ല. സാമൂഹ്യ ആരോഗ്യം എന്ന പരികൽപ്പന വളരെ സജീവമാണ്. അതെല്ലാ കാലത്തും. ഞാനിപ്പം ഈ ഗ്ലോബലൈസേഷന്റെ സമയത്ത്, അല്ലെങ്കിൽ ഒന്ന് പേര് മാറ്റിയാൽ നിയോ കൊളോണിയലിസത്തിന്റെ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നല്ല, ഓരോ ഘട്ടത്തിലും സമൂഹം ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യും. ആ പ്രശ്നങ്ങളുമായിട്ട് ഒരു ചർച്ചയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. അത് പഴയ കാലഘട്ടം മുതൽ ഇപ്പൊ ജാതക കഥകൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ഭാഷാ സമൂഹത്തിലെ പ്രഥമ കൃതി എന്ന് പറയുന്ന ഋഗ്വേദമടക്കം നോക്കിയാൽ, അല്ലെങ്കിൽ നമുക്ക് മെഡീവൽ ഇന്ത്യയിലെ അൽ മസൂദിയുടെ മുറജ് അൽ ദഹാബ് നോക്കിയാൽ, അൽബറിയുടെ കിതാബ് അൽ ഹിന്ദ് നോക്കി, ഇങ്ങനെ എല്ലാ വർക്കിൽ ഈ സാമൂഹ്യ ആരോഗ്യത്തെ കുറിച്ചൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അപ്പൊ ഇതിപ്പോ ഞാനിപ്പം പറഞ്ഞ ഒരു കാര്യം, ഇത് നമ്മുടെ തദ്ദേശീയമായ പാരമ്പര്യങ്ങളെയും തദ്ദേശീയമായ അറിവിടങ്ങളിലേക്കും അതിലേക്ക് കമിഴ്ന്നു വീണ് ഇതിനെ വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എത്രയോ സെൻട്രലിസം വരില്ലേ? സാമൂഹ്യ ആരോഗ്യം എന്ന് പറയുമ്പോൾ, നമ്മളുടെ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോൾ അത് സാംസ്കാരിക പരമായിട്ടും സാമൂഹികമായിട്ടും നിർമ്മിക്കുന്നു എന്ന രീതിയിൽ ഒരു എത്രയോ സെൻട്രലിസം വരില്ലേ എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ തദ്ദേശീയം, എൻ്റെ ഗവേഷണ സമയത്ത് ഒരു ചരിത്രം പഠിപ്പിക്കുന്ന മാഷ് എന്ന രീതിയിൽ ഞങ്ങൾ ധാരാളം കുട്ടികളൊത്തൊക്കെ ധാരാളം ഗവേഷണങ്ങൾ ഏർപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ തദ്ദേശീയം എന്നതിനെ കുറിച്ച് ഞാൻ സമീപകാലത്ത് ഞങ്ങൾ റീഡിഫൈൻ ചെയ്തത്, പുതിയ പുതിയ ചിന്താസരണികൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊപ്പം വിടരുന്ന, അതിനൊപ്പം സജീവമാകുന്ന ഒരു രീതിയെ നമ്മൾക്ക് ഇൻഡിജീനിയസ് എന്ന് വിളിക്കാൻ സാധിക്കും. പക്ഷേ പൊതുവെ നമ്മൾ അങ്ങനെയല്ല ഇൻഡിജീനിയസ് എന്ന് വിളിക്കുന്നത്. ഇൻഡിജീനിയസ് എന്ന് വിളിക്കുന്നത് നമ്മുടെ സ്വന്തം സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ എവിടെയും ഒന്നും സ്വീകരിക്കാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യത്തെ കുറിക്കുന്ന ഒരു പരികല്പനയായിട്ട് നമ്മൾ വീണ്ടും 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 ഇൻഡിജിനസ് എന്ന വാക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഇതിനോട് ചില വിസമ്മതങ്ങളുണ്ട്.
ഈ സാമൂഹ്യ ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് ചില വിസമ്മതങ്ങളുണ്ട്. അതെങ്ങനെ മറ്റ് സൃഷ്ടികളുമായിട്ടും മറ്റ് രീതികളുമായിട്ടും മറ്റ് പോയ കാലവുമായിട്ടും വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനിയും സക്രിയമാകേണ്ട കാലഘട്ടവുമായിട്ട് എങ്ങനെ സംവദിക്കും എന്നൊരു പ്രശ്നമുണ്ട്. ആ ഒരു കാര്യം ഇപ്പൊ നമ്മളൊരു ഈ സാമൂഹ്യ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ നമ്മൾക്ക് ഈ അലോപ്പതി, ആയുർവേദം, അലോപ്പതി തുടങ്ങിയ ഈ ചികിത്സാ പാരമ്പര്യങ്ങളെ കൂടി ഉൾപ്പെടുത്താം. ഞാൻ ആ ചികിത്സാ പാരമ്പര്യങ്ങളെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിലെന്തെങ്കിലും എൻ്റെ സംസാരം തന്നെ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ നമ്മുടെ ഗവേഷണ മേഖലയാണ്. ആ ഗവേഷണ മേഖല ഞാൻ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പറയാണ്. പക്ഷെ ഒരു കാര്യം ഞാനത് ചേർക്കുകയാണ്. നമ്മൾ ഈ ആയുർവേദം എന്നുള്ള ഒരു ചികിത്സാ ജ്ഞാനത്തെ കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, കോട്ടക്കൽ ആര്യവൈദ്യശാല കേന്ദ്രീകരിച്ചുകൊണ്ട് PS വാര്യർ സാറിന്റെ കാലഘട്ടം മുതൽ, അത് 1902 മുതൽ NK വാര്യറിന്റെ സമയത്ത്, പിന്നെ കേരളത്തിലെ പ്രമുഖ ഹിസ്റ്റോറിയൻ രാഘവ് വാര്യർ, അങ്ങനെ ധാരാളം ആൾക്കാരൊക്കെ ഇതിനെ വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിലൊക്കെ ഉത്തമമായി പറയാവുന്നത് ഇന്ന് JNUവിലെ പ്രൊഫസർ ബർട്ടൻ ഗ്ലീറ്റസ്, അതേപോലെ നമ്മുടെ കാലടി യൂണിവേഴ്സിറ്റിയിലെ മുൻ VC KN പണിക്കർ സാർ, ഇവരൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ഒരു കാര്യം മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഈ ആയുർവേദം എന്നുള്ള ചികിത്സാ പദ്ധതിയുടെ ഉണർവിനും വളർച്ചയ്ക്കും നമ്മൾ വലിയ തോതിൽ ഇൻഡിജീനിയസ്, തദ്ദേശീയം, നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഈ ചികിത്സാക്രമത്തിലേക്ക് ഇതിനെ നന്നായിട്ട് ആവിഷ്കരിക്കുന്നത് 15ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലും 16ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലുമാണ്. അപ്പൊ ആ കാലത്തുള്ള ഒരു പോർച്ചുഗീസ് ഇടപെടൽ നമ്മൾക്ക് അതിനെ കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ വിശാല മീനിങ്ങിലാണ് ഞാൻ ഇൻഡിജീനിയസ് എന്ന് പറയുന്നത്. ഇൻഡിജീനിയസ് ആയ ഈ ജ്ഞാന പാരമ്പര്യങ്ങളിലൂടെ ഈ ഞാനീ പറഞ്ഞ ഈ ആരോഗ്യം, അതായത് നമ്മൾ ടോപ്പിക്കിന്റെ പ്രധാന വിഷയമായ ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നൊരു വിഷയമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ പ്രകൃതിയുമായുള്ള നമ്മൾ സംവദിക്കുക. കേരളമാണെങ്കിൽ സമീപകാലത്ത് വലിയ തോതിൽ പ്രകൃതി ദുരന്തങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഭൂപ്രകൃതി മാറുമെന്നുള്ള ആശങ്കയിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ഒരു കാലത്ത് ഈ നമ്മുടെ നാട്ടിലേക്ക് തന്നെ ധാരാളം ആൾക്കാരൊക്കെ വരാൻ കാരണം ഇവിടെയുള്ള ഈ പ്രകൃതിയുമായുള്ള നമ്മുടെ സ്വരച്ചേർച്ചയാണ്. 42 നദികള്, 700ഓളം കിലോമീറ്ററുമുള്ള കടൽ തീരം, അതിനുതകുന്ന ജ്ഞാനങ്ങൾ പാകപ്പെട്ടത്, ഇവയൊക്കെയാണ്. അപ്പം ഈ ഒരു ഘട്ടത്തില് നമ്മൾ ഓർക്കേണ്ടത്, ഈ പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുക, അല്ലെങ്കിൽ പ്രകൃതിയുമായി നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും പ്രശസ്തനായ ഒരു പരിസ്ഥിതി വിദഗ്ധൻ എന്ന് പറയേണ്ടതില്ല, സൈലന്റ് വാലി സമരത്തിന്റെ നെടുംതൂണ്, കേരളത്തിലെ പരിസ്ഥിതി ബോധം നമ്മളിലേക്ക് ചിതറിവിട്ട ജോൺ സി മാഷാണ്. ജോൺ സി മാഷിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം, അദ്ദേഹം ജൈവമുദ്ര, സൂചിമുഖി തുടങ്ങിയ അദ്ദേഹത്തിന്റെ മാസികകളിൽ എഴുതിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗോത്ര ജീവിതത്തിലേക്ക് മടങ്ങി പോകുന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ പ്രകൃത്യ എന്നൊരു വാക്ക് തന്നെ വരുന്നത്. അപ്പൊ അങ്ങനെ ഗോത്ര ജീവിതങ്ങളിലേക്ക്, ആ ജീവിത പരിസരത്തിലേക്ക് പോയാൽ ഒരു സാംസ്കാരിക ആരോഗ്യം നമ്മൾക്ക് കിട്ടുമോ? അതിനുതകുന്ന ഒരു കാര്യം നമ്മൾക്ക് അതിൽ നിന്ന് ആർജിച്ചെടുക്കാൻ പറ്റുമോ? ഇന്ന് കിർത്താഴ്സന്റെ കണക്ക് പ്രകാരം 36 ട്രൈബ്സ് ആണ് കേരളത്തിലുള്ളത്. ഓരോ വർഷം ഒരു കണക്ക് പുതുക്കും, അവരാണ് അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പൊ അതിലെ മണിഭൂഷൺ, മുൻ ഡയറക്ടർ PRG മാത്തൂർ, മുൻ ഡയറക്ടർ വിശ്വനാഥൻ സാർ, ഇന്നത്തെ ഡയറക്ടർ S ബിന്ദു, അവിടെയുള്ള പ്രദീപ് കുമാർ KS, ഇവരൊക്കെ ഈ കാര്യങ്ങൾ പറയുകയും ഉദാഹരണമായിട്ട് അവരുടെ ചികിത്സാ ക്രമത്തിലൂടെ ആ സമൂഹത്തിന്റെ സാമൂഹ്യ ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾക്ക് വളരെ വൈഡായ തോതിൽ നമുക്കതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ 2 ദിവസം മുമ്പ് ഗാഡ്ഗിൽ സാറിന്റെ അനുസ്മരണം എറണാകുളത്ത് നടന്നപ്പോൾ കുസാറ്റിലെ മുൻ രജിസ്ട്രാർ പറഞ്ഞ് സയൻസിനെ റീഡിഫൈൻ ചെയ്തു. പ്രകൃതിയുടെ ചലനങ്ങൾ ഒത്തുനോക്കി അതിനോട് സമരസപ്പെടുന്ന ഒരു രീതിയാണ് അദ്ദേഹം ശാസ്ത്രം എന്ന് വിളിച്ചത്. ഈ ശാസ്ത്രത്തെയും ചരിത്രത്തെയും നമുക്ക് വീണ്ടും നിർവചിക്കേണ്ടതുണ്ട്. നമ്മൾ വീണ്ടും നിർവചിക്കുന്ന ഒരു ഒറ്റ നിർവചനത്തിലേക്ക് എത്താൻ വേണ്ടിയല്ല.
ഞാൻ ഒരു ചരിത്രം പഠിപ്പിക്കുന്ന മാഷെന്ന രീതിയിൽ ഒരു സബ്ജക്റ്റിന് ഒറ്റ നിർവചനം വേണമെന്നില്ല. പല നിർവചനങ്ങളുള്ളത് സബ്ജക്റ്റിന്റെ ഒരു കാര്യശേഷി ഇല്ലായ്മ എന്ന രീതിയിലാണ് നമ്മളൊക്കെ പഠിച്ചത്. ഞാൻ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എക്കണോമിക്സിനെ കുറിച്ച് തമാശ തന്നെ ആ ഗൈഡ് വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിന് കാര്യശേഷിയാണ്. അപ്പം ഒറ്റ നിർവചനം വേണം എന്ന രീതിയിലല്ല പറയുന്നത്. പ്രകൃതിയുമായിട്ട് അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് എന്ത് ഈ സയൻസ്. അതായിരിക്കണം സയൻസ് എന്നാണ് നമ്മുടെ കുസാറ്റിലെ മുൻ രജിസ്ട്രാർ ചന്ദ്രമോഹൻ സാർ പറഞ്ഞത്. അതേപോലെ സമീപകാലത്ത് ഇതിനോട് ചേരുന്ന മറ്റൊരു പഠനം നമ്മുടെ അടിസ്ഥാന വർഗം എന്നുള്ള പരികല്പന ഞാനൊക്കെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് വീണ്ടും പറയുന്നത് ശരിയല്ല എന്നെനിക്ക് സമീപകാലത്ത് തോന്നാറുണ്ട്. നമ്മൾ കീഴാള് വർഗം എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെ അടിസ്ഥാന വർഗം എന്നൊക്കെ പറയുന്നത്. ഇപ്പം ആ അടിസ്ഥാന വർഗത്തിന്റെ ധാർമ്മികത അവരുടെ രീതികൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് ഈ സാംസ്കാരിക ആരോഗ്യം വീണ്ടെടുക്കാം എന്നൊരു കാര്യമുണ്ട്. ഇത് നമ്മളുടെ കവിതകളിലായ ഒരു കാലത്തെ കവിതകളിൽ ഇന്നത് അങ്ങനെ കാണാറില്ല. ഇന്ന് നമ്മൾ എസ് ജോസഫിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സച്ചു മാഷിന്റെ ഒക്കെ കവിതകൾ വായിക്കുമ്പോൾ ആ രീതിയിലൊന്നും അത് വരാറില്ല. അതങ്ങനെയല്ല, കുറച്ചുകൂടെ കാലികമായിട്ട് അതിനെ ചിത്രീകരിക്കാറുണ്ട്. ഇപ്പൊ ഇതിലേക്ക് ഈ അടിസ്ഥാന വർഗത്തിന്റെ അതായത് ഒരു സമൂഹത്തിന് അടിസ്ഥാന വർഗം നമ്മൾ സാധാരണ പറയുന്നത് ജോലി ചെയ്യുന്ന, അത് ഭൂമിയുമായിട്ട് തൊട്ടുരുമി നിൽക്കുന്ന ആ വർഗത്തിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അതിലും ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകും. അതായത് നമ്മൾ ഈ അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ചികിത്സാക്രമങ്ങളെ കുറിച്ച് പറയുക, അതിനെ വലിയ തോതിൽ പെരുപ്പിച്ച് കാണിക്കുക, അവയുടെ അറിവ് പരിപൂർണമാണ് എന്ന് പറയുക, അതിലൊന്നും ചേർക്കേണ്ടതില്ല എന്ന് പറയുക, ആധുനികമായ ഏതിനെയും അതുപയോഗിച്ചുകൊണ്ട് വെല്ലുവിളിക്കാനോ നിരാകരിക്കാനോ വിസമ്മതിക്കാനോ സാധിക്കും എന്നൊക്കെ പറയുന്ന രീതികളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നത് എൻ്റെ ഒരു ചർച്ചാ വിഷയമല്ല. അതിൽ എനിക്ക് എൻ്റെതായ അഭിപ്രായമുണ്ടെങ്കിലും നമ്മൾ ഇന്ന് വിഷയത്തിൽ അതങ്ങനെ പെടാത്തതുകൊണ്ട് ഞാനത് അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ സമീപകാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഗീതാനന്ദ്, നമുക്കറിയാം കേരളത്തില് ഏറ്റവും നല്ലൊരു ചിന്തകനാണ് ഗീതാനന്ദൻ സാറ്. ഇപ്പൊ ഗീതാനന്ദ മാഷ് പറഞ്ഞത് ഈ അദ്ദേഹം ബുദ്ധിസത്തെ കുറിച്ച് പറഞ്ഞ ടോക്കിൽ പറഞ്ഞാണ്, ഈ ബുദ്ധമതം ഒരു കാലത്തിന്റെ സാമൂഹ്യ ആരോഗ്യം ഒരു പക്ഷേ ബുദ്ധമതം വീണ്ടെടുത്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു കാലത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് ബുദ്ധമതം നേരിട്ട് അതിലേക്ക് ഇടപെട്ട് അതിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാകും. ബുദ്ധന്റെ സഞ്ചാരങ്ങൾ നമുക്കൊക്കെ അറിയുന്നതാണ്. അതിനെക്കുറിച്ച് സമീപകാലത്ത് കേരളത്തില് കെ ഗണേഷിന്റെ ഒക്കെ ബുക്ക് വന്നിട്ടുണ്ട്. ധാരാളം ആൾക്കാർ അതിനെക്കുറിച്ച് വരികയും കേരളത്തിന്റെ സാമൂഹ്യാരോഗ്യം വീണ്ടെടുക്കാൻ ബുദ്ധമതം ചെയ്തതിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കോട്ടക്കൽ ആര്യ വൈദ്യശാലയിലെ NK വാര്യറിന്റെ ബുക്ക് വന്നിട്ടുണ്ട്, ഹിസ്റ്ററി ഓഫ് ആയുർവേദ. അത് ബുദ്ധിസ്റ്റുകളിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ രാഘവൻ തിരുമുൽപ്പാടിന്റെ മകൻ, കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ കൈകൂപ്പി മാത്രം പറയേണ്ട, വലിയ ആദരവോടെ മാത്രം പറയേണ്ട, മറ്റുള്ളവരെ കേൾപ്പിക്കേണ്ട വലിയ പ്രധാനപ്പെട്ട പേരാണ് രാഘവൻ തിരുമുൽപ്പാട്. ഇപ്പൊ തിരുമുൽപ്പാട് സാറിന്റെ മകനും ഇതുപോലെ അദ്ദേഹം ഈ അദ്ദേഹം ഇങ്ങനെ റിജിഡായിട്ട് സംസാരിച്ചിട്ടില്ല, അദ്ദേഹം റിജിഡായിട്ട് എഴുതിയിട്ടില്ല. അദ്ദേഹം അഡ്രസ്സിംഗ് ഹിസ്റ്ററി തുടങ്ങിയ ബുക്കുകളിലൊക്കെ എങ്ങനെയാണ് മറ്റ് പാരമ്പര്യങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ ആയുർവേദത്തിലേക്ക് വന്നിട്ടുണ്ട്, എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ അതല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതേപോലെ ജൈന പാരമ്പര്യത്തെ കുറിച്ച് നമ്മുടെ രാഘവൻ തിരുമുൽപ്പാട് സാറിന്റെ മകൻ K മുരളീധരൻ മാഷ് മുൻകൈ എടുത്ത് കല്യാണകാരകം, ഒരു ജൈന കൃതിയാണ് കല്യാണകാരകം. ഈ കല്യാണകാരകത്തെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ജൈന ട്രഡീഷൻ കേരളത്തിലേക്ക് വന്നു എന്ന് പറയുകയും ഒരു കാലത്തിന്റെ ധാരാളം പ്രശ്നങ്ങൾക്ക് ഈ ജ്ഞാനവ്യൂഹങ്ങൾ ജൈന ബുദ്ധ അജ്വികയെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറില്ല. പിന്നെ നമ്മൾ പറയുന്ന ബ്രാഹ്മിൻസിന്റെ വരവിനെ കുറിച്ചാണ്. ഈ വരവുകളിലൂടെയാണ് ഇത് വന്നത്. കേരളത്തിന്റെ ഒരു ഇൻവേർട്ടഡ് കോമയിൽ പറഞ്ഞാൽ, അങ്ങനെ എഴുതിയാൽ ഒരു സാമൂഹ്യ ആരോഗ്യം വീണ്ടെടുത്തു എന്ന കാര്യം നമ്മൾക്ക് ആലോചിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് വരാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ധാർമ്മികത എന്ന കാര്യം ഈ സാമൂഹ്യ ആരോഗ്യവുമായിട്ട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ടോ? ഇപ്പൊ നമ്മൾക്കറിയാം ഇതൊക്കെ ഒരു പോസ്റ്റ് ട്രൂത്തിന്റെ ഒക്കെ കാലഘട്ടമാണ്.
വലിയ തോതിൽ എല്ലാ ആൾക്കാരും പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര കാലഘട്ടം എന്നൊക്കെ പറയാറുണ്ട്. സ്റ്റീവ് സ്റ്റെസിച്ച് ആണ് ഈ വാക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്ത്, സത്യാനന്തര കാലഘട്ടം. റാൽഫ് കെയ്സ് ഇത് പറഞ്ഞു. ഇത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അമേരിക്കയിലും യൂറോപ്പിലും സംഭവിച്ചാണ്. പക്ഷെ നമ്മൾക്ക് ഇന്നലെ കഴിഞ്ഞു എന്ന രീതിയിലാണ് നമ്മൾ തിയറികൾ എടുക്കുന്നത്. പലപ്പോഴും നമ്മളിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അത് സാമൂഹ്യ ശാസ്ത്രത്തിൽ മാത്രമല്ല, ചരിത്രത്തിൽ മാത്രമല്ല, സയൻസിൽ പോലും എന്ന് പറയേണ്ട ആവശ്യമില്ല, സയൻസിന്റെ ഉള്ളിലും വലിയ തോതിൽ നമ്മൾ യൂറോ സെൻട്രിക് ആണ്. സയൻസിനെ കുറിച്ച് നമ്മുടെ മുഴുവൻ പരികൽപ്പനകളും നമ്മൾക്കറിയാം അത് 19, 20 നൂറ്റാണ്ടുകളിൽ നിർമ്മിതിയാണ്. ആ നിർമ്മിതി ശരിയാണോ തെറ്റാണോ എന്ന കാര്യമല്ല പറയുന്നത്. അത് നിർമ്മിതിയാണ്, കൺസ്ട്രക്റ്റഡ് ആണ്. സാമൂഹ്യ ആരോഗ്യം എന്ന വാക്ക് കൺസ്ട്രക്റ്റഡ് ആണ്, നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ ഇതും ഒരു നിർമ്മിക്കപ്പെട്ടതാണ്. ആ നിർമ്മിതിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം, അതും ഈ ടോക്കിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എന്നിരുന്നാലും പറഞ്ഞു വന്ന സമയത്തൊന്ന് വെറുതെ പരാമർശിക്കുകയാണ്. അത് റോയൽ സൊസൈറ്റിയാണ്. സ്റ്റുവേഴ്സിന്റെ സമയത്തൊക്കെ പാകപ്പെട്ട് 1666 രൂപീകരിച്ച റോയൽ സൊസൈറ്റിയാണ്. അതും എന്തെങ്കിലും ഞാൻ പറയുന്നതുമായിട്ട് വിയോജിപ്പോ അതെങ്കിലും വിസമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അതിലേക്ക് കൂടുതൽ എത്തിച്ചേരാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ധാർമ്മികത എന്ന വിഷയം അതും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ റാൽഫ് കെയ്സും സ്റ്റീവ് ടെസിച്ചും ഒക്കെ പറയുന്ന പോസ്റ്റ് ട്രൂത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഹുസൈൻ പറയുന്ന പോസ്റ്റ് ഹ്യൂമനിസം, നമ്മളൊക്കെ വലിയ തോതിൽ വലിയ കാര്യം കണ്ടെത്തി എന്ന രീതിയിലാണ് ഈ പോസ്റ്റ് ഹ്യൂമനിസം എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ രണ്ടു വാക്കും അതിൽ കുറച്ച് നൈതികതയും യുക്തിഭദ്രതയൊക്കെ ഉണ്ട്. യുക്തിഭദ്രത എന്ന വാക്ക് നമ്മൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമ്മൾ പൊതുവിചാര ബോധ്യങ്ങളിൽ നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് ഈ യുക്തിഭദ്രത എന്നതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. ഈ കാലത്തൊക്കെ ധാർമ്മികത എന്ന് പറയുന്നത് എന്താണ് എത്തിക്സ്? ഈ ഒരു ധാർമ്മികത നമ്മുടെ സാമൂഹ്യ ആരോഗ്യത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഈ കൂട്ടത്തെ അതിനെ മെച്ചപ്പെടുത്തുമോ? അങ്ങനെ വലിയ ധാർമ്മികവാദികളായി നമുക്ക് മാറേണ്ടതുണ്ടോ? മാറാൻ സാധിക്കുമോ? മാറേണ്ടതുണ്ടോ? ധാർമ്മികത ആവശ്യമാണോ? നമ്മൾ ക്യാപിറ്റലിസം ഇന്ന് ധാർമ്മികതയെ കുറിച്ച് സംസാരിക്കുന്നില്ല. ക്യാപിറ്റലിസം ഇന്ന് സംസാരിക്കുന്നത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. ക്യാപിറ്റലിസം നമുക്കറിയാം അത് എന്താണ്? ഈ അധികാല ക്യാപിറ്റലിസ്റ്റുകളിൽ നിന്നും ഈ ലൈസേബർ സിദ്ധാന്തത്തിന്റെ വക്താക്കളെ ആഡം സ്മിത്തിൽ നിന്നും റിക്കാർഡോയിൽ നിന്നും മാൾത്തൂസിൽ നിന്നും വളരെ വളരെ അകന്ന് അത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷെ ഇതിന്റെ അടുത്ത ഘട്ടം, കാരണം അന്ന് അക്യുമുലേഷൻ ഓഫ് വെൽത്ത് ആണെങ്കിൽ ഇന്ന് നമ്മൾ കുട്ടികളെ ഭ്രമിക്കുന്ന കാര്യം ലിബർട്ടിയാണ്, സ്വാതന്ത്ര്യമാണെങ്കിൽ ഒരു അടുത്ത ഘട്ടത്തിൽ ഒരു ധാർമ്മികത അവർ ഉന്നയിക്കുമായിരിക്കാം. ആ ധാർമ്മികത നമ്മൾക്ക് വേണ്ടുന്ന ധാർമ്മികത ആയിരിക്കില്ല, കമ്പോളത്തിന്റെ ധാർമ്മികതയായിരിക്കും. കമ്പോളത്തിന് ആവശ്യമുള്ള സത്യസന്ധയും കമ്പോളത്തിന്റെ ധാർമ്മിക ഇപ്പൊ ഇത്രമാത്രമുള്ള ധാർമ്മികതയെ കുറിച്ച് നമ്മൾ വീണ്ടും സംസാരിക്കുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ കാര്യത്തെ മെച്ചപ്പെടുത്തുക എന്നൊരു കാര്യമുണ്ട്. അത് സാമൂഹ്യ ആരോഗ്യവുമായി ബന്ധമുള്ളതാണ്. ഇപ്പൊ സമീപകാലത്ത് കേരളത്തിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ശങ്കരമാഷാണ്. ദില്ലിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ശങ്കരമാഷ് അദ്ദേഹം എഴുതിയ ബുക്കാണ് ഗാന്ധി ആൻഡ് ദ സെൻട്രാലിറ്റി ഓഫ് എത്തിക്സ്. ഗാന്ധി ആൻഡ് ദ സെൻട്രാലിറ്റി ഓഫ് എത്തിക്സ് എന്ന ബുക്ക് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഫിലോസഫേഴ്സ് ആണ്. ഇന്ത്യയിൽ തന്നെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫറായിട്ട് ധാരാളം ലോകത്ത് അറിയപ്പെടുന്ന മനുഷ്യൻ ശങ്കര മാഷ് തന്നെയാണ്. അപ്പൊ അതിലൊക്കെ മാഷ് ഇദ്ദേഹത്തെ ഒരുപക്ഷെ അഖിൽ ബിൽഗ്രാമിക്ക് ശേഷം MK ഗാന്ധിയെ ഒരു ഫിലോസഫർ എന്ന് കണ്ടത്, ഒരു ഫിലോസഫർ എന്ന് മനസ്സിലാക്കിയത്, നമ്മളോട് പറഞ്ഞത്, അതാണ് ട്രൂ ഫിലോസഫർ എന്ന് നമ്മളോട് പറഞ്ഞത് ഈ ശങ്കര മാഷാണ്. ആ ധാർമ്മികതയിൽ ഊന്നിയാണ് ശങ്കര മാഷ് വൈക്കം മുഹമ്മദ് ബഷീറിനെയും ഫിലോസഫർ എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദെക്കാർത്തെ, ഫ്രാൻസിസ് ബേക്കൺ, ഡേവിഡ് ഹ്യൂം, ജോൺ ലോക്ക് തുടങ്ങിയ പിൽക്കാല ഫിലോസഫേഴ്സിനെ ശങ്കരമാഷ് അടക്കമുള്ള ശങ്കരമാഷ് ധാരാളം ആൾക്കാർ കേരളത്തിലുണ്ട്. നമ്മുടെ എൻ മാധവൻകുട്ടി, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും പ്രമുഖ എഴുത്തുകാരനായ K അരവിന്ദാക്ഷൻ മാഷ്, സച്ചാനന്ദ മാഷിന്റെ കവിതകള്, ഇതിലൊക്കെ അതിനെ ആ രീതിയിൽ കാണുന്നുണ്ട്. അപ്പൊ ധാർമ്മികതയിൽ ഊന്നിയ ഒരു സമൂഹത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ? ഇപ്പൊ ധാർമ്മികത എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് BC-യില്
അശോകൻ തന്നെ ശിലാശാസനങ്ങളില് ഷാഹാബുസ്കരിയിലും മാൻസേറയിലും ദൗളിയിലും ഗിർനാറിലും എഴുതിയ ധാർമ്മികത, ആ ധാർമ്മികത ആണോ, ആ ധാർമ്മികത അല്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിലൂന്നിയ ആ ധാർമ്മികതയും അത് പിന്നീട് പല തോതിൽ വരും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം, സമൂഹത്തെ കുറിച്ച്. എന്താണ് സമൂഹം? എന്താണ് സമൂഹം എന്ന് പറഞ്ഞാൽ അതൊരു ഫിലോസഫിയുടെ വിഷയമാണ്. ശരിക്കും ഫിലോസഫിയുടെ വിഷയമാണ് സമൂഹം. സമൂഹമുണ്ടോ? പൂർവ്വകൽപിതമായ ചില കാര്യങ്ങൾ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുമോ? സമൂഹത്തിന് ഭാവങ്ങളുണ്ടോ? ഒരു ഘടികാരം പോലെ സമൂഹം ഇങ്ങനെ ചലിച്ചു പോകുമോ? എന്നുള്ള ധാരാളം കാര്യങ്ങൾ. ഇപ്പൊ ഈ സാമൂഹിക പ്രശ്നങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്? ഈ സമൂഹത്തിലുണ്ടാകുന്ന വ്യതിചലനങ്ങൾ നമ്മുടെ കാര്യക്രമങ്ങളെ മാറ്റുമോ? അതിനുവേണ്ടി നമ്മൾ പുതിയ കാര്യാലയങ്ങൾ പണിയേണ്ടതുണ്ടോ? ഓരോ പ്രകൃതി ദുരന്തത്തിനും നമ്മൾ ഉത്തരവാദിയാണോ? ഇപ്പൊ 1341 ആധുനിക കൊച്ചി ഒരു വലിയ പ്രളയത്തോടെയാണ് അത് പൊട്ടി വീഴുന്നത്. പെരിയാറിൽ നിന്നും പൊട്ടി വീണതാണ് ഈ പൂണിത്തുറ തുറമുഖവും കൊച്ചി തുറമുഖവും. അപ്പൊ അതിനെന്താണ് കാരണം? അതേപോലെ സമീപകാലത്ത് നമ്മൾ റീപബ്ലിഷ് ചെയ്യാൻ നോക്കിയൊരു ബുക്കാണ് പണ്ഡിറ്റ് കറുപ്പന്റെ സമുദായ ഗാന കലകൾ. 1934 പണ്ഡിറ്റ് കറുപ്പൻ ആ ബുക്ക് എഴുതിയത്. കറുപ്പന്റെ പ്രധാനപ്പെട്ട കൃതി ഒരു സംശയം വേണ്ട ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മിയാണ് നമ്മൾ എക്കാലത്തും വായിക്കേണ്ടത്, എക്കാലത്തും നമ്മൾ സന്ധ്യാനാമം പോലെ ചൊല്ലേണ്ടതും ജാതിക്കുമ്മിയാണ്. പക്ഷെ പണ്ഡിറ്റ് കറുപ്പന്റെ ഈ ബുക്ക് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഈ സാമൂഹ്യ പ്രശ്നങ്ങളെയാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ആരോഗ്യത്തെയാണ് പണ്ഡിറ്റ് കറുപ്പൻ വളരെ കൃത്യമായിട്ട് ഇതിൽ അഭിസംബോധന ചെയ്യേണ്ടത്. അത് കറുപ്പനല്ലേ, കഴിഞ്ഞ നൂറ്റാണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള നമ്മളുടെ ഒരു സാധാരണ ഒരു ക്യാപിറ്റലിസ്റ്റ് മനോഭാവത്തിലുള്ള ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ഇതിനെക്കുറിച്ച് ജി അലോഷ്യസ് എന്നുള്ള ദക്ഷിണേന്ത്യയിലെ പ്രമുഖനായ ഹിസ്റ്റോറി എന്ന് പറയേണ്ട വളരെ പ്രമുഖനായ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, നമ്മളുടെ ഭരണാധികാരികൾക്ക് എപ്പോഴും ഗ്ലോബലൈസേഷനും അല്ലാതെ, അതായത് ശ്രേണിയിൽ, ഞാൻ ജാതീയപരമായിട്ടുള്ള ശ്രേണി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്, ഇപ്പൊ മുഗൾ പരപ്പിലെ ആൾക്കാർ എപ്പോഴും ഇതിന്റെ ആൾക്കാരെ മാറുകയും ഈ ക്യാപിറ്റലിസ്റ്റിന്റെ വക്താക്കളായി മാറുകയും അതിനുവേണ്ടി അവർ സഞ്ചരിക്കുകയും താഴ്ത്തട്ടിൽ നമ്മൾ ഇതിനെതിരെ ശബ്ദിക്കുകയും ചെയ്യാണ്. ഒരു ഡൈക്കോട്ടമിയാണ്. നമ്മൾ പറയുന്ന ഈ ഒരു വിരുദ്ധത എന്ന് പറയുന്നത് അത് താഴ്ത്തട്ടിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നാണ് നമ്മുടെ അലോഷ്യസ് സാറ് പറയുന്നത്. അലോഷ്യസ് സാറിന്റെ ഏറ്റവും പ്രശസ്ത ബുക്കുണ്ട്, നമ്മൾ റെഫർ ചെയ്യപ്പെടേണ്ടതാണ്. ആ ബുക്ക് ഞാൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് എഴുതിയത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ സാമൂഹ്യ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കേണ്ട ഒരു പേരാണ് ജി അലോഷ്യസ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജി അലോഷ്യസ്. ജി അലോഷ്യസ് ധാരാളം ബുക്ക് എഴുതിയിട്ടുണ്ട്. യൂട്യൂബിലേക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോസ് ലഭ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതി, എ നേഷൻ വിതൗട്ട് നാഷണലിസം, ഐ ക്യാച്ചിങ് ആ ടൈറ്റിൽ. ഒരു ബുക്ക് എഴുതുന്ന പോലെയാണ് ബുക്കിന്റെ ടൈറ്റിൽ കൊടുക്കുന്നത്. വളരെ ഐ ക്യാച്ചിങ് ആയ ടൈറ്റിലാണ്. അത് അദ്ദേഹം പറഞ്ഞത് സാധാരണ ജനതയുമായിട്ട് തൻ്റെ വർഷങ്ങളുമായി തൻ്റെ പരിചയം, നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം ധാരാളം വർഷം, 10-ൽ കൂടുതൽ വർഷം അദ്ദേഹം സാധാരണ ജനതയുമായിട്ട് സംവദിക്കുകയും അവരൊരാളെ ജീവിക്കുകയും അവരുടെ ഭാഷയും ശൈലിയും അനുകരിക്കുകയും ചെയ്ത് ജി അലോഷ്യസ് പറഞ്ഞത്. അതിൽ നിന്നാണ് ഞാൻ ഈ വളരെ പ്രശസ്തമായ ബുക്ക്, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അതിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തും JNUവിലും ഹൈദരാബാദിലും പോണ്ടിയിലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പൊ അലോഷ്യസ് മാഷ് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഈ പണ്ഡിറ്റ് കറുപ്പൻ സാറിനെ പറയാൻ കാരണം, ഒരു പ്രധാനപ്പെട്ട സമുദായ ഗാന കലകളിൽ 1057 അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വെള്ളക്കലശം എന്നാണ്. ഈ 1057 വെള്ളക്കലശത്തിന്റെയും നമ്മൾ എപ്പോഴും പറയും 24 വെള്ളക്കലശത്തിന്റെ ഒക്കെ കാരണം ഇങ്ങനെ ഇതിനെ കാണും. കാരണം ഗാന്ധിയക്കാരി ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുക. മറ്റൊന്ന്, എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, സാമൂഹ്യ ആരോഗ്യം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം സമൂഹമാണ്. സമൂഹം എങ്ങനെ രൂപപ്പെട്ടു? എന്താണ് സമൂഹം? ഇതിനെക്കുറിച്ച് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ധാരാളം രീതിയിൽ എന്നെ ശ്രവിക്കുന്ന ആൾക്കാർ തന്നെ കേട്ടിട്ടുണ്ടാകാം. ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് വി ഗോർഡൻ ചൈൽഡ്. ലോക പ്രശസ്തനായ ആർക്കിയോളജിസ്റ്റ് ആണ് വി ഗോർഡൻ ചൈൽഡ്. ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ഇന്നും നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഗോർഡൻ ചൈൽഡിന്റെ പരികല്പനകളാണ്.
ഒരു ഉദാഹരണമായിട്ട് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രശസ്തനായ ഹിസ്റ്റോറിയൻ, ഒരു സംശയം വേണ്ട, അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇർഫാൻ ഹബീബാണ്. മുഹമ്മദ് ഹബീബ് എന്നുള്ള വിസ്തൃത ഗവേഷകന്റെ മകൻ, ഇഞ്ചോടിഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ മാർക്സിസ്റ്റ് വീക്ഷണത്തോട് നമ്മൾക്ക് ചില സമയത്ത് വിയോജിപ്പുണ്ടാകാം. പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഇടുങ്ങിയ മാർക്സിസ്റ്റ് അല്ല, തുറവിയിലാണ് ഹബീബ് സാർ ജീവിക്കുന്നത്. തുറവിയാണ് പ്രൊഫസർ ഇർഫാൻ ഹബീബ്. ഞാൻ ഇർഫാൻ ഹബീബ് സാറിനെ കുറിച്ച് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് പ്രീ ഹിസ്റ്ററി. ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, പലർക്കും ഇത് അറിയാം എന്നുള്ളതാണ്. അത് മിക്കതും തർജ്ജമ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട, വളരെ ക്രിട്ടിക്കലായ തിങ്കറാണ്. അതിലൊക്കെ വി ഗോർഡൻ ചെന്നെ വലിയ തോതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മറ്റ് ഹിസ്റ്റോറിയൻസിനെയൊക്കെ നോക്കിയാൽ, നമ്മൾ വിമർശന രംഗത്തേക്ക് പറയുകയാണെങ്കിൽ മറ്റ് ഇതര വിഷയങ്ങളിലെ, പ്രത്യേകിച്ച് ആർക്കിയോളജിയിലെയോ സോഷ്യോളജിയിലെയോ ആന്ത്രോപോളജിയിലെയോ നൂതനമായ കണ്ടെത്തലുകളെ സ്വാംശീകരിക്കാനോ അതിനെ അഭിമുഖീകരിക്കാനോ അതിനോട് സംവദിക്കാനോ തയ്യാറാകാത്ത സമയമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിമർശനം. ഈ ഒരു കാലത്ത് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ഗോർഡൻ ചൈനെ വലിയ തോതിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാമൂഹ്യ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ഒരാളാണ് ഗോർഡൻ ചൈൽഡ്. ഞാൻ അതും സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ അതങ്ങനെ പറഞ്ഞു പോകുന്നില്ല. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി സംവദിക്കാം. ഉത്തരം നൽകാം എന്ന ഒരു പുറപ്പാടല്ല എൻ്റെത്. അത്തരം ഉത്തരം നൽകുന്നതല്ല ഒരു സാമൂഹ്യ ശാസ്ത്ര ഗവേഷകന്റെ പ്രധാനപ്പെട്ട ഇടമൊന്നും. ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഉത്തരത്തിലേക്ക് നയിക്കാവുന്ന കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉത്തരത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമാണ് ചോദ്യം എന്ന കാര്യം നമ്മൾ അറിയുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഞാൻ അതിനോട് സംവദിക്കാൻ തയ്യാറാണ്. ഓക്കെ, ഇത് ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സോഷ്യൽ ഫോർമേഷനെ കുറിച്ച്, സാമൂഹ്യ രൂപീകരണം, സാമൂഹ്യ ആരോഗ്യം, അതിനുശേഷം വന്ന ഈ ഭൗതികമായ മാറ്റങ്ങൾ, സാംസ്കാരിക രംഗത്തും ആത്മീയ രംഗത്തും ഉണ്ടായ ചില മാറ്റങ്ങൾ, ഇതിനൊക്കെ കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം, മലയാളിയായ മാതൃഭൂമി ആഴ്ചപ്പതി വായിക്കുന്ന ആൾക്കാർക്ക് പരിചിതനാണ്. ഒരു പേരാണ് ജെ രഘു. കേരള നവോത്ഥാനത്തിന് അറിവൊളി എന്ന പേര് നൽകി എന്ന് മാത്രമല്ല, അപ്പോളജറൈസ്ഡ് ഹിന്ദുയിസം എന്നൊരു വലിയ വിഷയം നമ്മൾ ചരിത്രം കൈകാര്യം ചെയ്യുന്ന എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ പുതിയ വിജ്ഞാനത്തിന്റെ ഇടങ്ങൾ തുറക്കുന്ന, പുതിയ കാഴ്ചസ്ഥാനത്തേക്ക് നമ്മളെ മാറ്റി പ്രതിഷ്ഠിച്ച ഒരു ബുക്കാണ് ഇത്. ഇന്ന് ക്ഷമാപൂർവ്വ ഹിന്ദുയിസം എന്നുള്ള കോൺസെപ്റ്റാണ്. ഈ ക്ഷമാപൂർവ്വം ഹിന്ദുയിസം എന്നുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് മനസ്സിലാവും. എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ഫോർമേഷനിലേക്ക്, നമ്മുടെ സാമൂഹ്യ ആരോഗ്യം, ഞാൻ വീണ്ടും പറഞ്ഞു, സാമൂഹ്യാരോഗ്യം നഷ്ടപ്പെട്ടത് ഏത് നൂറ്റാണ്ടിലാണ്? ഇന്ന് സാമൂഹ്യാരോഗ്യം ഉണ്ടോ? അത് വീണ്ടെടുക്കേണ്ടതുണ്ടോ? എന്താണ് ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. ഇതിനെക്കുറിച്ച് ഏറ്റവും നല്ല ചർച്ചകൾ ഫിലോസഫിയിലാണ്. അവരാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഞാൻ നിസാർ അഹമ്മദ് സാറിന്റെയും PK പോക്കർ മാഷിന്റെയും TV മധു സാറിന്റെയൊക്കെ പേരുകൾ ഏറ്റവും ആദ്യം പറഞ്ഞത്. അപ്പൊ ആ ഒരു ചർച്ച നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ജെ രഘുവൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംവദിക്കുന്നത്. അപ്പം അതായത് ബ്രിട്ടീഷുകാർ വന്ന ശേഷം നമ്മൾ ഇന്ത്യ ചരിത്രത്തെ ഏത് കാലഘട്ടത്തിൽ പറയുമ്പോഴും ഈ കൊച്ചി രാജ്യത്തെ പോലെ, വേണാടിനെ പോലെ, മുഗളിനെ പോലെ, 320 വർഷം ഭരിച്ച ദില്ലി സൽത്തനത്ത് പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കൊളോണിയലിസം. 200 വർഷമേ ആയുസ് ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കുറെ നൂറ്റാണ്ടുകളോളം ഭരിച്ചു എന്ന് പറയും. 200 വയസ്സ് മാത്രമേ ആയുസ് ഉണ്ടായിട്ടുള്ളൂ. ദില്ലി സൽത്തനത്ത് ഏകദേശം 320 വർഷം ഇന്ത്യ ഭരിച്ചതാണ്. ഈ കാലത്തൊക്കെ നമ്മുടെ സാമൂഹ്യ രൂപീകരണത്തിൽ സ്റ്റേറ്റ് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നുള്ള കാര്യം എന്താണ്? സ്റ്റേറ്റ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല. സ്റ്റേറ്റ് എന്താണെന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തത് നമ്മുടെ നാട്ടിലാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. അത് 321 BC മറ്റാരുമല്ല, കൗടില്യൻ തന്നെയാണ്. ആ ഡെഫിനിഷൻ ഞാനിവിടെ പറയുന്നില്ല. ഈ കാര്യങ്ങളിലേക്ക് സ്റ്റേറ്റ് എങ്ങനെയാണ് ഇടപെടുക? അല്ലെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമ്മൾ സാമൂഹ്യ ആരോഗ്യക്രമങ്ങൾ, ഞാനിതിങ്ങനെ ഒരു ചരിത്ര അധ്യാപകനായതുകൊണ്ട് പറയുന്നല്ല, കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും എന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നേ ഉള്ളൂ. ഇപ്പം ബ്രിട്ടീഷുകാരുടെ സമൂഹത്തൊക്കെ നമ്മുടെ സാമൂഹ്യ ആരോഗ്യങ്ങൾ ഇടപെട്ടിരുന്നു. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് വന്ന പ്രധാനപ്പെട്ട ചികിത്സാക്രമമാണ് അലോപ്പതി. ഈ അലോപ്പതിക്ക് സാമൂഹ്യ ആരോഗ്യം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടോ? ഈ ഒരു തിസീസിലേക്ക് പൊതുവെ നമ്മുടെ പഠനങ്ങൾ പോയിട്ടില്ല.
സാമൂഹ്യാരോഗ്യത്തിൽ അലോപ്പതി ഉണ്ടോ? അലോപ്പതിയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പഠനം, അത് പ്രധാനപ്പെട്ട പഠനങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് അങ്ങനെ നല്ല പഠനങ്ങൾ വന്നിട്ടില്ല. JNUവിലെ ദീപക് കുമാറൊക്കെയാണ്. സ്റ്റേറ്റിനെ അലോപ്പതി നിർമ്മിച്ചു കൊടുത്തു ദീപക് കുമാർ സാറ് പറയുന്നുണ്ട്. നമ്മൾ ദീപക് കുമാർ സാറിന്റെ പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന ഒരു സമയത്താണ്, ഒരു കാലത്താണ്. അപ്പൊ അലോപ്പതി എന്നുള്ള കാര്യം സ്റ്റേറ്റിനെ നിർമ്മിച്ചിട്ടുണ്ട്. വളരെ അച്ചടക്കമുള്ള സൈനിക ശേഷിയുള്ള കൊളോണിയലിസത്തെ അലോപ്പതി നിർമ്മിച്ചു എന്നൊരു കാര്യം ഇവിടെ ദീപക് കുമാർ സാറും മറ്റും പറയുന്നുണ്ട്. ബുക്കിന്റെ പേര് സയൻസ് ആൻഡ് രാജ് എന്നാണ്. അപ്പൊ അതിന് തത്തുല്യമായ തോതില് ഈ സാമൂഹ്യ ഘടന കോലത്രിയും മുഗളനും കനിഷ്കനും ഹർഷനും അശോകനൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ഇപ്പൊ ക്ഷേമരാജ്യം എന്നുള്ള സങ്കല്പം, വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു സങ്കല്പം പണ്ടേ ഉള്ളതാണ്. നമ്മൾക്ക് ഈ കൗഡിലിന്റെ അർത്ഥശാസ്ത്രയിലും മെഗസ്തനീസിന്റെ ഇന്ത്യക്കയിലും ബറാനിയുടെ താരിഖ് ഫിറോസ് ഷാഹിയിലും ബദോണിയുടെ മുണ്ടക്കാബ് ഉദ് തവാരിക്കിലൊക്കെ നമുക്ക് ഈ ക്ഷേമരാജ്യം എന്ന സങ്കല്പം കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഉന്നയിക്കുകയാണെങ്കിൽ, ഈ അന്നുണ്ടായിരുന്ന അക്ബറിന്റെ സമയത്തുണ്ടായിരുന്ന വളരെ പ്രശസ്തനായൊരു യുനാനി വൈദ്യനാണ് ഹക്കീം അലി. ഈ ഹക്കീം അലിയുടെ സമയത്തുള്ള ആ യുനാനി എന്നുള്ള മെഡിസിൻ സാമൂഹ്യ ആരോഗ്യത്തിന് കാരണമായിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ വിഷയം അതിലേക്കല്ല ഞാൻ കൊണ്ടുപോകുന്നത്. അതായത് ഞാൻ പറഞ്ഞത്, ബ്രിട്ടീഷുകാരുടെ സമയത്ത് പോലും നമ്മളുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് കൊളോണിയലിസം ശരിക്കും വന്നിട്ടുണ്ടായിരുന്നില്ല. 200 വർഷം ഭരിച്ചിട്ടുണ്ട്. വലിയ ചതിയുണ്ട്. ഏറനാടിലും വള്ളുവനാടിലും കലാപമുണ്ട്, റിവോൾട്ട് ഉണ്ട്, അങ്ങനെ സന്താളുണ്ട്, കുറിച്ചാസുണ്ട്, പേരുകളൊന്നും ഞാൻ പരാമർശിക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ ഉൾനാടുകളിലേക്ക് ഒരുപക്ഷെ ആദ്യമായി വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങളാണ്. ഗാന്ധിയുടെ മുഖമാണ് അവർ ആദ്യം കണ്ടത്. ഞാൻ ഉൾഗ്രാമങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ വൈരുദ്ധ്യം അവര് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. വേൾഡ് വാർ രണ്ടിന്റെ സമയത്ത്, വർഷമൊന്നും ഞാൻ പറയുന്നില്ല, വേൾഡ് വാർ 2ന്റെ സമയത്തുള്ള ഒരു കേരളത്തിലേക്കാണെങ്കിൽ, പ്രത്യേകിച്ച് മലബാറിലേക്ക് ബർമയിൽ നിന്നുള്ള അരിയൊക്കെ അത് ലഭ്യമാകാത്തൊരു അവസരത്തിൽ ചില ഭരണപരിഷ്കാരം വരികയും വളരെ കൃത്യമായ തോതിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് വരികയും ചെയ്തു. അതിന് നമ്മൾക്ക് പിന്നീട് കോൺക്വസ്റ്റ് വിത്തിൻ ദ വില്ലേജസ് എന്ന പേരിലാണ് പ്രമുഖനായ ഒരു ഹിസ്റ്റോറിയൻ അതിന് രൂപകൽപ്പന, ആ ഒരു മാറ്റത്തിന് രൂപകൽപ്പന ചെയ്തത്. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾക്ക് പറയും. ഇപ്പം ഗ്രാമങ്ങളുടെ കാൽപ്പനിക അംശം ഈ സാമൂഹ്യാരോഗ്യത്തില്, അല്ല, ഇന്ത്യൻ ഗ്രാമങ്ങൾ പരിപൂർണമായിട്ട് സാമൂഹ്യ ആരോഗ്യം നിർമ്മിച്ചവയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കരൾ അല്ലെങ്കിൽ ആത്മാവ് അത് ഇന്ത്യൻ ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിയൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു കാൽപ്പനികതയിൽ ഊന്നിയ ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് അത്തരമുള്ള പരികല്പനകളൊക്കെ നമ്മുടെ സാമൂഹ്യ ആരോഗ്യത്തെ MK ഗാന്ധി, മോത്തിലാൽ നെഹ്റു, MN റോയ്, റാഷ് ബിഹാരി ബോസ്, നേതാജി, ഇവരൊക്കെ ഒരു സാമൂഹ്യ ആരോഗ്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? അപ്പൊ അവരുടെ പരികല്പനകൾ, അവരുടെ ചിന്തകൾ, അനുമാനങ്ങൾ ഹിന്ദു സ്വരാജിലെ 1909 ഹിന്ദു സ്വരാജിലെ ആ തിയറി ഗംഭീരമായ തിയറി എന്നല്ല അതിനെ പറയേണ്ട, ഗംഭീരമായ ജീവിതങ്ങൾ. ഹിന്ദു സ്വരാജിലെ തിയറി അല്ല, ഹിന്ദു സ്വരാജിലെ ജീവിത ദർശനങ്ങളാണ്. ഓക്കെ, ആ ജീവിത ദർശനങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അവിടെ അതിനെക്കുറിച്ച് കർണാടകയിലെ വളരെ പ്രശസ്തനായ ദളിത് ചിന്തകൻ DR നാഗരാജിന്റെ പുസ്തകം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ഒരു പ്രമുഖനായ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ അത് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതൊക്കെ ഒരു കാൽപ്പനികതയാണ്. ആ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വിഷയം സാമൂഹ്യ ആരോഗ്യമായതുകൊണ്ടാണ് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത്. അതില് ധാരാളം വിഷയങ്ങൾ വേറെയുണ്ട്. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു കാൽപ്പനികതയാണ്. ഞാൻ ഒന്നുകൂടെ DR നാഗരാജന്റെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആവർത്തിക്കുകയാണെങ്കിൽ, ആ രീതിയിലുള്ള ഗാന്ധി വിഭാവന ചെയ്ത ഗ്രാമങ്ങൾ ഇന്ത്യയിൽ സാധ്യമാകുമെന്നോ അത്തരം ഗ്രാമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടോ എന്നോ ഗാന്ധി വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട മനുഷ്യന്റെ പേരാണ് MK ഗാന്ധി എന്നുള്ളത്. അത് പറഞ്ഞവിടെ പോവുകയാണ്. ഇപ്പൊ സാമൂഹ്യ ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രജ്ഞർക്ക് സാമൂഹ്യ ആരോഗ്യത്തിൽ എന്താണ് കാര്യം?
എന്താണ് സാമൂഹ്യ ശാസ്ത്രം, അല്ലെ അതിൽ എന്താണ് ഇക്കണോമിക്സ്, എന്താണ് പൊളിറ്റിക്സ്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ സംസാരത്തിന്റെ ഏറ്റവും ആദ്യം പറഞ്ഞു, ഇതിനൊക്കെ പല തോതിൽ നമുക്ക് നിർവചിക്കാൻ പറ്റും, പല തോതിൽ നമ്മൾക്കത് നിർവചിക്കാൻ പറ്റും. ഒരു 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 ഒറ്റ നിർവചനത്തിലേക്ക് അതിനെ നമ്മൾക്ക് എത്തിക്കേണ്ടതില്ല. ഞാൻ ആദ്യം കുറച്ച് മുൻപ് നമ്മുടെ കുസാറ്റിലെ ചന്ദ്രമോഹൻ സാറ് പറഞ്ഞ പോലെ സമീപകാലത്ത് നമ്മളെ വിട്ടുപോയ കേരളങ്ങളുടെ ഏറ്റവും വലിയ ദളിത് ചിന്തകനായി നമ്മളൊക്കെ വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിക്കുന്ന സലീം കുമാർ സാറ് പറഞ്ഞത് ചലനമാണ് ചരിത്രം എന്നുള്ളതാണ്. ക്ലാസ്സുകളിലൊക്കെ R.G. കോളിംഗ്വുഡിന്റെയും E.H. കാറിന്റെയും തുടങ്ങി മിഷേൽ ഫൂക്കോയുടെയും ധാരാളം തിയറികളൊക്കെ പറയുന്നു. അത് കുട്ടികളെ പഠിപ്പിച്ച് അത് എസ്ഐ ക്വസ്റ്റനും ഷോർട്ട് നോട്ടും ആക്കുന്ന ഒരു ചരിത്ര അധ്യാപകനെ ശരിക്കും ഞെട്ടിച്ചതാണ് വളരെ സിമ്പിളായിട്ട് ചലനമാണ് ചരിത്രം എന്നുള്ള ഒരു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ സാമൂഹ്യ ആരോഗ്യത്തിലേക്ക് ഞാൻ അധികം വൈകാതെ തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ സാമൂഹ്യ ആരോഗ്യം പറയുമ്പോൾ നമ്മളുടെ സമൂഹത്തിലെ ആചാരങ്ങൾ, നമ്മൾ ഇവിടെ കണ്ടെത്തിയ എന്ന് പറയുന്ന ആഘോഷങ്ങൾ, അല്ലെങ്കിൽ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ അങ്കമാലി പള്ളിയിലെ പെരുന്നാള്, അല്ലെങ്കിൽ ഉറൂസ്, കൊണ്ടോട്ടി ഉറൂസ്, അതല്ലെങ്കിൽ പുളിങ്ങം ഉറൂസ്, തെയ്യവും തെറിയും പടയണിയും, ഇതിലൂടെയൊക്കെ നമ്മൾക്ക് സാമൂഹ്യ ആരോഗ്യം നിർമ്മിക്കാൻ സാധിക്കുമോ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിലേക്ക് ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ ആരോഗ്യം നിർമ്മിക്കാൻ സാധിക്കുമോ എന്നൊരു കാര്യമുണ്ട്. അതാണോ നമ്മുടെ ഒരു സാമൂഹ്യ ആരോഗ്യം? അല്ലെങ്കിൽ നമ്മള് എന്താണ് മറ്റു രീതിയിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങൾ കടമെടുത്തുകൊണ്ട് നമ്മൾ ഒരു മുന്നോട്ട് പോകേണ്ടതാണോ എന്നൊരു പ്രശ്നം കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ശാസ്ത്രത്തെ കുറിച്ചുള്ള ചിന്തകൾ തന്നെ, ശാസ്ത്രം തന്നെ എന്താണ് ശാസ്ത്രം എന്നുള്ള ധാരാളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നാണ് KLF-ന്റെ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇന്നാണ് വന്നത്. ഏതാനും മാസങ്ങൾ മുൻപ് സുഭാഷ് ചന്ദ്രൻ, എഡിറ്ററാണ് സുഭാഷ് ചന്ദ്രൻ, എല്ലാവർക്കും അറിയാം. സുഭാഷ് ചന്ദ്രൻ പറഞ്ഞത് സത്യത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ശാസ്ത്രമല്ല കഥകളാണ് എന്നാണ്. ഞാൻ ഒന്ന് ഇവിടെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ റീഡിഫൈൻ ചെയ്യേണ്ടതാണ്. ധാരാളം പഠനങ്ങൾ ആ രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ നമ്മുടെ വിഷയമായി ഒരു പക്ഷേ തെന്നുമാറുന്നതുകൊണ്ട് മാത്രം പറയാണ്. ഇതൊക്കെ നമ്മൾ വീണ്ടെടുത്താൽ, ശാസ്ത്രയുക്തികൾ നമ്മൾക്ക് വീണ്ടെടുത്താൽ, പ്രത്യേകിച്ച് കേരളത്തിന് വീണ്ടെടുക്കാനുള്ള പ്രധാനപ്പെട്ട 2 ശാസ്ത്രയുക്തികൾ, 2 പരമ്പരാഗത ശാസ്ത്രം, ഒന്ന് ആരോഗ്യശാസ്ത്രമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1902 കോട്ടക്കൽ ആയുർവേദശാലയടക്കം PS വാര്യർ, ആ മൂവ്മെന്റ്, അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊരു വാന നിരീക്ഷണ രംഗത്താണ്. പക്ഷെ അത് നമ്മൾ ശരിക്കും ഡോക്യുമെന്റഡ് അല്ല. അത് ഡോക്യുമെന്റ് ചെയ്താൽ, ഈ ആയുർവേദം പോലെ വാന നിരീക്ഷണം ഡോക്യുമെന്റ് ചെയ്താൽ, ആ വാന നിരീക്ഷണത്തെ, അതായത് ഏകദേശം ഒരു 15-ാം നൂറ്റാണ്ട് മുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാന നിരീക്ഷകർ നമ്മുടെ നാട്ടിലായിരുന്നു. ഞാൻ ആ പേരുകൾ, 1-2 പേരുകൾ മാത്രം വെറുതെ പറയുകയാണ്. ആ ശാസ്ത്രത്തെ നമ്മൾക്ക് സ്വീകരിച്ചാൽ അത് നമ്മുടെ സാമൂഹ്യ ആരോഗ്യം കൂട്ടും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിറ്റ് കറുപ്പൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമുദായ ഗാന കലകൾ എന്ന ബുക്കിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കുഴൽ കണ്ണാടി. അത് കൊച്ചിയിലെ രാജാവ് രാമവർമ്മ കുഴൽ കണ്ണാടിയുമായിട്ട് കടൽ തീര് നിൽക്കുന്നതിനെ കുറിച്ച് പണ്ഡിറ്റ് കറുപ്പൻ പറയുന്നുണ്ട്. അപ്പൊ ഈ കുഴൽ കണ്ണാടിയിൽ അപാരമായ വൈദഗ്ധ്യമുണ്ടായിരുന്ന പുതുമന സോമയാജിയും നീലകണ്ഠ സോമയാജിയുടെയും സംഗമഗ്രാമ മാധവന്റെയും ജ്യേഷ്ഠദേവന്റെയും ശങ്കരവാര്യയുടെയും പാരമ്പര്യം, ശാസ്ത്രത്തിന്റെ പാരമ്പര്യം. ഞാൻ കേരളത്തെ കുറിച്ച് പറയും. കേരളത്തിന്റെ ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട പാരമ്പര്യം ഒന്ന് വാന നിരീക്ഷണത്തിലും മറ്റൊന്ന് ആയുർവേദത്തിലുമാണ്. ഞാൻ വാന നിരീക്ഷണമായിട്ട് മാത്സും വരും. അക്കാലത്ത് മാത്സും ആസ്ട്രോണമിയും ഒന്നിച്ചാണ് പരിഗണിക്കപ്പെട്ടത്. അങ്ങനെയാണ് സ്വാതി തിരുനാളിന്റെ സമയത്ത് 1837 ഒരു പ്രധാനപ്പെട്ട വാന നിരീക്ഷണ കേന്ദ്രം നമ്മളുടെ തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ വാന നിരീക്ഷണ കേന്ദ്രം നമ്മുടെ കുഞ്ഞുനാട്ടിലാണിത്. കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ആസ്ട്രോണോമിക്കൽ ഒബ്സർവേറ്ററി എന്ന് പറയുന്നു. ഞാൻ എൻ്റെ സംസാരം അധികം നീട്ടുന്നില്ല. കാരണം പ്രത്യേകിച്ച് എങ്ങനെയാണ് വാക്കുകൾ കേൾവിക്കാരിൽ എത്തുക എന്നൊരു കാര്യം എനിക്കൊരു ടീച്ചർ എന്ന രീതിയിൽ അറിയാവുന്നതാണ്. ഞാൻ ആരെയും അധികം മുഷിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. സാമൂഹ്യ ആരോഗ്യം എന്നൊരു പരികല്പനയാണ്.
അത് മലയാളി ഇരിക്കെ കുത്തനെ, നമ്മൾ സുനിൽ പി ഇളയിടത്തിന്റെ വാക്ക് കടമെടുത്താൽ ഇരിക്കെ കുത്തനെ നമ്മൾ അതിലേക്ക് വീഴേണ്ടതുണ്ട്. ഇരിക്കെ കുത്തനെ നമ്മൾ അതിലേക്ക് വീഴേണ്ടതുണ്ട്. അതിൽ ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു ചരിത്ര ഗവേഷകൻ എന്ന രീതിയിൽ എനിക്ക് വളരെ കൃത്യമാണ്. അതെന്റെ മനസ്സിൽ തട്ടി പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അധികം നീട്ടിപ്പോകുന്നില്ല. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾ ഇത്തരമുള്ള നിങ്ങളുടെ ചർച്ചകൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യമുണ്ട്, ഇതൊക്കെ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ചോദിക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഉത്തരം എൻ്റെ കയ്യിലുണ്ട് എന്നൊരു വിശ്വാസത്തിലല്ല, എന്നൊരു ഗർവിലല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ചോദ്യങ്ങൾ എൻ്റെ പക്ഷമുണ്ട്. കേരളത്തിന്റെ സാമൂഹിക ശാസ്ത്രത്തിൽ ചോദിക്കേണ്ട ഒരു സെറ്റ് ചോദ്യവുമായിട്ടാണ് ഞാൻ ഇങ്ങനെ നടന്നു നീങ്ങുന്നത്. ആ ചോദ്യം എൻ്റെ ഉണ്ട്. ചോദ്യമാണ് എന്നെ നയിക്കുന്നത്. ഉത്തരം ഒരുപക്ഷെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. ഉത്തരത്തിലേക്ക് എത്തിച്ചേരാനല്ല ഞാൻ സഞ്ചരിക്കുന്നത്, നടക്കുന്നത്, എഴുതുന്നത് എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ ഡോക്ടർ മനോഹർലാൽ സാറിനോടും ഉഷാലക്ഷ്മിയോടും അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ സാബു തുടങ്ങിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ ഈ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ടതാകട്ടെ, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ. കാരണം ചെറിയ സഭയാണ് നേര്. വലിയ സഭകൾക്ക് അതിൻ്റെ ആഘോഷമുണ്ടാകാം, വലിയ ശബ്ദ ഘോഷങ്ങൾ ഉണ്ടാകാം, ലൈറ്റ് ഉണ്ടാകാം. പക്ഷെ ചെറിയ സഭയാണ് നേര് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു വിനോദ് കുമാർ സാർ. തീർച്ചയായിട്ടും വളരെ ചിന്ത ഉദ്യോഗിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് സാമൂഹിക ആരോഗ്യം, അതിൻ്റെ അത് ചരിത്രത്തിലുള്ള പങ്ക്. സാർ പറഞ്ഞു തുടങ്ങി ഇങ്ങനെയാണ്, സാമൂഹിക ആരോഗ്യം കൺസ്ട്രക്റ്റഡ് ആണ്, നിർമ്മിക്കപ്പെട്ടതാണ്. എന്നാൽ ഈ സമൂഹം എന്ന ആ ഒരു പ്രതിഭാസത്തിന് വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ ആദ്യമേ അല്ലെങ്കിൽ ഈ കാണുന്നതല്ല മാറിക്കൊണ്ടിരിക്കുന്നു. ആ വ്യത്യാസം കൃത്യമായിട്ട് പ്രകടമായി വരുന്നു. ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ആരോഗ്യം പലതരത്തിൽ കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് അല്പസ്വല്പമൊക്കെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ച് ഇൻഡിജിനസ് കൾച്ചർ, തദ്ദേശീയമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഇടപെടലുകൾ, അതുപോലെ തന്നെ പ്രകൃതിയുടെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ, പ്രത്യേകിച്ച് ഗോത്ര ജീവിതത്തിലേക്കൊക്കെ മടങ്ങുക എന്നുള്ള ആ ഒരു സങ്കല്പങ്ങൾ, അതുപോലെ ബുദ്ധ ജൈന പാരമ്പര്യങ്ങൾ, അതുപോലെ ബ്രാഹ്മണ അവരുടെയൊക്കെ നിലപാടുകൾ, അതുപോലെ തന്നെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു വിഷയം, എത്തിക്സ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യാനന്ദ കാലഘട്ടത്തിൻ്റെ ആ തലങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ സാമൂഹിക ആരോഗ്യം അല്ലെങ്കിൽ സാംസ്കാരിക ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ പോസ്റ്റ് ഹ്യൂമനിസത്തെക്കുറിച്ചും യുക്തിഭദ്രമായ ചിന്തകളെക്കുറിച്ചും നമുക്കറിയാം. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, പലപ്പോഴും അത് കമ്പോള ധാർമ്മികതയിൽ മാറിപ്പോകുന്നു എന്നൊക്കെ സാർ വളരെ കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ അറിയാൻ സഹായിക്കുന്നത് സത്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശാസ്ത്രം എന്ന് പറയുന്നത് കഥയാണെന്നും സാർ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അനേകം ചരിത്രകാരന്മാരുടെ പേരുകൾ പറഞ്ഞു. ഗാന്ധിജിയിലൂടെ നമുക്ക് ലഭിച്ച ആ സാംസ്കാരിക മൂല്യം അല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യം അത് കൃത്യമായിട്ട് നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പശ്ചാത്തലവും പറഞ്ഞു. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. വളരെ മനോഹരമായ, ഞങ്ങളെ സംബന്ധിച്ചോളം കൂടുതൽ ചിന്തിക്കാൻ അവസരം നൽകുന്ന ഒരു ടോക്ക് തന്നതിന്. സോ വിനോദ് കുമാർ സാർ, താങ്ക് യു വെരി മച്ച്. ഇനി മനോഹർ സാറിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു സാർ. വിനോദ് കുമാർ സാർ വളരെ നല്ലൊരു ക്ലാസ്. കാരണം നമ്മളെ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ചരിത്രം, ഹിസ്റ്ററി ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയ ഒരു കാര്യമാണ്. കാരണം 10ാം ക്ലാസ്സിന് ശേഷം നമ്മുടെ PhD വരെ അതിനെപ്പോഴും ഒക്കെ സയൻസിനോട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും മിക്കവാറും. അപ്പോ ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയ ഒരു പുസ്തകമല്ല പകരം അത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കുന്ന ഒരു കണ്ണാടിയാണെന്നുള്ള രീതിയിൽ സാർ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. വളരെ സന്തോഷമുണ്ടായി.
കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിന്റെ കാര്യം നമ്മളിപ്പോൾ കേൾക്കുമ്പോൾ ചരിത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ രാജാക്കന്മാർ യുദ്ധങ്ങൾ ഇതൊക്കെയാണല്ലോ. പിന്നെ ഇതിന് സാമൂഹ്യ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇത് മനുഷ്യരുടെ ജീവിത രീതികളുടെയും സമൂഹത്തിന്റെ ആരോഗ്യാവസ്ഥയുടെയും കഥയായിട്ട് ഇവിടെ അവതരിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ ചരിത്രം അന്നത്തെ കാലഘട്ടത്തിൽ എത്ര ആരോഗ്യകരമായിട്ടാണ് ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ആ മാനസിക ബന്ധങ്ങള്, സാമൂഹിക ബന്ധങ്ങളൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെ എല്ലാം എന്നല്ല, എങ്കിലും അതൊരു കുടുംബത്തിന്റെ പ്രശ്നമല്ല, സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് പണ്ട് ആളുകള് ഈ ആരോഗ്യം, സാമൂഹിക ആരോഗ്യത്തെ തന്നെ കാണുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ പഴയ കാലഘട്ടത്തിൽ പിന്നെ ആയുർവേദം അങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടന്ന. കോട്ടക്കലിന്റെ കാര്യമൊക്കെ ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞു. പഴയ കാലഘട്ടത്തിൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനം തന്നെ ഉണ്ടായിരുന്നു, ഒരു ജീവിത ശൈലി നമുക്കുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം നമ്മൾ മാറി. കൊളോണിയൽ കാലഘട്ടത്തിലൂടെ സൂചിപ്പിച്ച പോലെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇവന്റെ സമൂഹത്തിന്റെ ഘടന തന്നെ മാറി. അപ്പോൾ തന്നെ പുതിയ സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങൾ ഉദിച്ചു എന്നുള്ളതാണ് രസകരമായ. ദാരിദ്ര്യം ഉണ്ടായി, തൊഴിലിട സമ്മർദ്ദങ്ങൾ ഉണ്ടായി, അസമത്വങ്ങൾ ഉണ്ടായി, സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അവഗണനകൾ ഇപ്പോൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലുള്ള കടന്നപ്പോൾ ലോകം യുദ്ധങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെയാണ് മാനസികാരോഗ്യത്തിന് ഒരു പ്രസക്തി കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. PTSD, വിഷാദം, കുടുംബ വിഘടനം, ഇതൊക്കെ സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെ നമ്മളെ സാമൂഹിക ആരോഗ്യവും മാനസികാരോഗ്യവും ബന്ധപ്പെടുത്തി നമ്മളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഗാന്ധിജി പറഞ്ഞിട്ട് സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി അറിയാൻ അവിടെ ഏറ്റവും പിന്നോക്കമുള്ളവരുടെ അവസ്ഥ നോക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കിന്ന് സാമൂഹിക ആരോഗ്യം മെച്ചപ്പെട്ടോ എന്നുള്ളതാണ് ഞാൻ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഒരു ഭാഷയിൽ പറയാൻ ഏകാന്തതയുണ്ട്, ലഹരി വസ്തുക്കളുടെ ഉപയോഗമുണ്ട്, മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളിലെ ദൂരം, അകൽച്ച, ഇതൊക്കെ നമ്മളിന്ന് കാണപ്പെടുന്ന വസ്തുതയാണ്. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ചാൽ മനുഷ്യനോട് ബന്ധിപ്പിച്ചാൽ മാത്രമേ സമൂഹം ആരോഗ്യമുള്ളതാകൂ. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. വ്യക്തിയുടെ ആരോഗ്യം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ്, ആ ദൗത്യമാണ് ഞങ്ങളുടെ ഈ പരിപാടികളിലൂടെ ഞങ്ങൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാറ് പറഞ്ഞതിൽ നിന്ന് തന്നെ പോകുന്നു. ചരിത്രം ഒരു പഴയ പുസ്തകമല്ല, അത് നമ്മൾ ഇന്ന് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന കണ്ണാടിയാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ നമുക്കൊരു വ്യത്യസ്ത രീതിയിൽ ഒരു ക്ലാസ് കിട്ടിയപ്പോൾ ഒരു പുതിയ അറിവിന്റെ മേഖലകൾ തേടി നമ്മൾ പോയി. ഇത് ഒരു മണിക്കൂറിനുള്ളിൽ പറയേണ്ട കാര്യമല്ല. ഒരുപാട് ചോദ്യങ്ങൾ, സാർ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന ബോധത്തോടു കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം സാർ. താങ്ക് യു സാർ. ഓക്കെ, ദെൻ ജോസഫ് ജോൺ സാർ, നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി വെച്ചോളൂ. തീർച്ചയായിട്ടും സമൂഹത്തിന് വ്യതിചലനം സംഭവിച്ചതും അതുപോലെ തന്നെ സാംസ്കാരിക ഒരു നഷ്ടപ്പെട്ടതൊക്കെ എന്താണെന്ന് തീർച്ചയായിട്ടും നമുക്ക് സ്വല്പം കൂടെ ചോദ്യങ്ങളിലൂടെ ആകുമ്പോൾ പെട്ടെന്ന് വ്യക്തമാക്കി തരാനുള്ള സാധ്യതയുണ്ട്. ജോസഫ് സാർ പറയും. ഓക്കെ, ഒത്തിരി സന്തോഷം, അതുപോലെ ഒത്തിരി നന്ദി പറയുകയാണ് വിനോദ് കുമാർ സാറിനോട്. ഇപ്പോൾ സാറിൻ്റെ ഈ ഒരു ഉദ്ദേശമായിട്ട് 1 മണിക്കൂറോളം ഉള്ള ഒരു പ്രഭാഷണത്തിൽ ആഴത്തിലുള്ള അറിവാണ് സാറ് പങ്കുവച്ചത്. കോഴിക്കോടെയുള്ള പ്രഭാഷണം ഒട്ടും വിരസമല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങളെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാനും ഞങ്ങൾക്ക് ഒത്തിരി ചിന്തിക്കാനും ഒക്കെയുള്ളൊരു അവസരമാണ് തന്നത്. ഫിലോസഫി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു. പക്ഷേ നമ്മുടെ പഠനമൊക്കെ ഇടയ്ക്ക് വെച്ച് വഴിതെറ്റി സഞ്ചരിച്ചത് കൊണ്ട് അതിലേക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്നിപ്പോൾ സാറിൻ്റെ ഈ പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. നമ്മുടെ ഒരു ചിന്തയെ ഒന്ന് ഉഴുതുമറിച്ചിട്ട ഒരു പ്രതീതിയുണ്ട് എന്നാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. ഒത്തിരി പുസ്തകങ്ങൾ സാർ ഇവിടെ റെഫർ ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, സാറ് ഒരു അറിവിൻ്റെ നിറകുടമാണെന്നുള്ളത് വ്യക്തമാണ്. എത്ര പുസ്തകങ്ങളുടെ എണ്ണം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം പുസ്തകങ്ങൾ സാർ റെഫർ ചെയ്തു. അതിൽ പല ബുക്കുകളും വായിക്കേണ്ടതായിരുന്നു. ഈ ജാതിക്കുമ്മി
പണ്ഡിറ്റ് കറുപ്പന്റെ ജാതിക്കും സമുദായ ഗാനകഥ ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വായിച്ചിട്ടില്ല. എനിക്കൊന്ന് വായിക്കണം. ഇപ്പോഴും അതിന് പ്രസക്തി ഉണ്ടെന്നുള്ളത് സാറിന്റെ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. പിന്നെ ഈ സാമൂഹ്യ ആരോഗ്യത്തെക്കുറിച്ച് അത് സാറ് ചോദിച്ച കാര്യം തന്നെയാണ്, ഡോക്ടർ മനോഹർ ലാൽ സാർ ചോദിച്ചത് തന്നെയാണ്. സാമൂഹ്യ നിർമ്മിതിയിൽ നമ്മുടെ ആചാരങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നിലനിൽക്കുന്ന കാര്യങ്ങൾ അതിനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, നമ്മുടെ ആയുർവേദം അങ്ങനെയുള്ള കാര്യങ്ങൾ സാർ പറഞ്ഞല്ലോ, തദ്ദേശീയമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായി നമ്മുടെ സംസ്കാരം, അതുപോലെ തന്നെ സാമൂഹ്യ ആരോഗ്യം. ഇപ്പോൾ ഗാന്ധിജി വിഭാവനം കണ്ട ഒരു ഗ്രാമം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായിട്ടുണ്ടോ, ഇനി ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് അറിയില്ല. അതൊക്കെ നല്ല പരികൽപ്പനകളായിരുന്നു, അല്ല വിഭാവന, വിഷ്വലൈസേഷനൊക്കെ എന്ന് പറയാം. ഇതൊക്കെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ പറ്റും? മനുഷ്യൻ കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ അറിവുകൾ നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയാണോ അതോ മോശപ്പെടുത്തുകയാണോ എന്നുള്ളതാണ് ഇപ്പൊ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെക്കാളൊക്കെ ആത്മഹത്യകൾ, ദിവസം പ്രതി എത്രയോ ആത്മഹത്യകളാണ്, കൊലപാതകങ്ങളാണ്, ബന്ധങ്ങളുടെ അകൽച്ചകളാണ്. ഇതെല്ലാം സാമൂഹ്യ ആരോഗ്യവുമായിട്ട് പ്രതിഫലിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ എൻ്റെ സാറ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, പണ്ടത്തെ സാമൂഹ്യ ആരോഗ്യമാണോ ഇപ്പോഴത്തെ സാമൂഹ്യ ആരോഗ്യമാണോ മെച്ചപ്പെട്ടത്? ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇത് ആശയ്ക്ക് വകയുണ്ട്. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ, AI പോലുള്ള കണ്ടുപിടുത്തങ്ങളും ഒക്കെ വന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ സാമൂഹിക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുമോ അതോ ദോഷപ്പെടുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഞാൻ മിക്ക ബുക്കുകളുടെയും പേരുകൾ ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. ഒത്തിരി ഒരു നല്ല അറിവ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തയെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. അതിൽ ഒരു കാര്യം കൂടെ ഒന്ന് പരാമർശിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. ഈ സൺഡേ സപ്ലിമെന്റിൽ, ഞായറാഴ്ചത്തെ മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ ഒരാളുടെ കഥയുണ്ട്, ഒരു ജീവിത കഥയാണ്. ഒരായുസ് പല ജീവിതം എന്ന് സാർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞില്ല. ആരൊക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. അതൊന്ന് വായിക്കേണ്ടതാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ ആ ഒരു മനുഷ്യൻ കടന്നു വന്ന വഴികൾ, ഏതെല്ലാം രീതിയിലാണ് അദ്ദേഹം പരുവപ്പെടുത്തപ്പെട്ടത് എന്നുള്ളത് അറിയാൻ പറ്റും. എന്താണ് തീരെ കോളനി ജീവിതത്തിൽ നിന്നും ഒത്തിരി കഷ്ടതകളും അസോൾട്ടും അതുപോലെ തന്നെ മാറ്റി നിർത്തലും അബ്യൂസും ഒക്കെ അനുഭവിച്ചു വന്ന ആ മനുഷ്യൻ ഇന്ന് 25 പുസ്തകങ്ങൾ രചിച്ച ഒരു വ്യക്തിയാണ്. മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ പേര് മനോരഞ്ജൻ വ്യാപാരി, ബംഗാളിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ 2 കാര്യങ്ങൾ എന്നെ ആകർഷിച്ച അവസാനത്തെ ഒരു ഹൈലൈറ്റ് ചെയ്ത് അവരിട്ടിരിക്കുന്ന കാര്യമാണ്, ആരെയും കൊല്ലാൻ കഴിയാത്തതിനാലാണ് എഴുതുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാലിമേച്ച് നടക്കുന്ന കാലത്ത് ഞാൻ ഉയർന്ന ജാതിക്കാരുടെ വീടുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്നാണ് മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ സ്ഥാനം മനസ്സിലായത്. അവർ വളർത്തുനായെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുമായിരുന്നു, പക്ഷെ എന്നെ തൊടാൻ മടിച്ചു. എനിക്കുള്ള ഭക്ഷണം എറിഞ്ഞു തരുമായിരുന്നു. വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്തിട്ടും വർഷാവസാനം ഉള്ളതെല്ലാം ഉടമയ്ക്ക് കൊടുത്ത് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അത് ശരിക്കും ഹാർട്ട് ടച്ച് ചെയ്യുന്ന ഒരു ലേഖനമായിട്ട് അതിനെ ഞാൻ കാണുകയാണ്. അത് ഞാനടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമൂഹ്യ ആരോഗ്യം എത്രമാത്രം കൺസ്ട്രക്റ്റഡ് ആണ്, അല്ലെങ്കിൽ വെൽ ബിൽറ്റ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ളതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലേഖനമായിട്ട് ഞാൻ ഇതിനെ കണ്ടതുകൊണ്ട് ഒന്ന് പരാമർശിച്ചു എന്ന് മാത്രം. ഓവർ ടു സാബു സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. ഷാജി സാർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട സാബു സാർ, മനോഹർലാൽ സാർ, ജോസഫ് ജോൺ സാർ, നമ്മുടെ ഉഷാലക്ഷ്മി, ഇന്നത്തെ പ്രഭാഷകൻ വിനോദ് കുമാർ സാർ. വിനോദ് കുമാർ സാറിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് സാറ് വന്നിരുന്നു. അപ്പോൾ അന്ന് തന്നെ
ചരിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ ചെറിയൊരു എന്താ പറയുക ഒരു ഇളക്കം തട്ടുന്ന ഒന്നായിരുന്നു. കാരണം ഇവിടെ മനോഹർലാൽ സാറ് പറഞ്ഞതുപോലെ സ്കൂൾ ക്ലാസ്സുകളിൽ, അതായത് 10ാം ക്ലാസ്, നമ്മൾ സ്കൂളിൽ നിന്ന് ഇപ്പോഴത്തെ +2 അല്ലല്ലോ, 10ാം ക്ലാസ്സിൽ ചരിത്ര പഠനം നിർത്തിയ ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് പിന്നീട് അല്പം ചരിത്രങ്ങൾ പഠിക്കാനുള്ള അവസരം കിട്ടി. ഞാൻ BA പഠിച്ചത് ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സോഷ്യൽ ഹിസ്റ്ററി പഠിച്ചു. അപ്പോൾ അത് പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, അതുവരെ പഠിച്ച ചരിത്രമല്ല സോഷ്യൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് എങ്ങനെ രൂപപ്പെട്ടു, നമ്മൾ ഡെമോക്രസിയുടെ തൊട്ടിൽ, പിള്ളത്തൊട്ടിൽ എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ ജനാധിപത്യം അവിടെ ഉണ്ടായി വന്നു. അത് വളരെ 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 കാലം കൊണ്ടുണ്ടായ ഒരു പ്രോസസ്സാണ്, സ്ലോ പ്രോസസ്സാണ്. അതുപോലെ തന്നെ അവരെങ്ങനെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപതികളായി എന്നുള്ളതൊക്കെ ആ സോഷ്യൽ ഹിസ്റ്ററി പഠിച്ചതിനകത്ത് കിടപ്പുണ്ടെന്ന് പിന്നീട് എനിക്ക് വളരെ കാലങ്ങൾക്ക് ശേഷം മനസ്സിലായിട്ടുണ്ട്. അതായത് അടുത്ത കാലത്ത് സൈക്കോളജി പഠിച്ച സമയത്തും ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ശരിക്കും വെറും കുറേ രാജാക്കന്മാരുടെ പേരും കുറേ വർഷങ്ങളുമാണ് എന്ന് അതൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷ ആളുകളും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അതല്ല, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സാമൂഹ്യ പരിസരം എങ്ങനെ രൂപപ്പെട്ടു, അതിൻ്റെ ഒരു ചേരുവ എവിടുന്ന് വന്നു, അത് ഏതൊക്കെ ഘടകങ്ങൾ ഏതൊക്കെ അനുപാതത്തിൽ എങ്ങനെയൊക്കെ അതിലേക്ക് കടന്നു വന്നു, എങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വന്നു, അത് എത്രമാത്രം ഗുണകരമാണ്, എത്രമാത്രം മാറ്റേണ്ടതാണ്, എത്രമാത്രം പരിപാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ് നമ്മൾ ചരിത്രം പഠിക്കുക എന്ന് പറയുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തന്നെയല്ല, നമ്മളൊക്കെ പഠിക്കുന്ന സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കുന്നുണ്ടല്ലോ, ഒരു വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഇടപെടലിനെ കുറിച്ച്. അതിനകത്ത് സാറ് പറഞ്ഞ ഈ പറയുന്ന സാമൂഹിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സാമൂഹ്യ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളുടെയും സമൂഹമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഒരു ആരോഗ്യമാണല്ലോ അത് ചരിത്രമായിട്ട് നോക്കി കഴിയുമ്പോൾ ഒത്തിരി പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഇത് മാറി മാറി വരുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നെ സാറ് പറഞ്ഞ വായന നിരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമൊക്കെ ശ്രദ്ധിച്ചു. നമ്മൾ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ശാസ്ത്രമല്ല, കഥകളാണ്. അല്ല, ശരിയല്ല, ശാസ്ത്രം എന്ന് പറയുന്നത് സത്യമല്ല, കഥകളാണ് സത്യം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാട് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ചരിത്രം എന്ന് പറയുന്നത് തീയതികളും ആളുകളുടെ പേര് മാത്രമേ ശരിയുള്ളൂ. പക്ഷേ സാഹിത്യം എന്ന് പറയുന്നത് ആളുകളുടെ പേരുകളും തീയതികളും മാത്രമേ തെറ്റുള്ളൂ. യാഥാർത്ഥ്യം കഥകളിലാണ് എന്ന് പറയുന്നത് ഒരു ശരിയാണ്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ ഒരു ശാസ്ത്രത്തിൻ്റെ ഗവേഷണ രീതികൾ തന്നെയാണ് ചരിത്രത്തിലേക്കും കൊണ്ടുവരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ സാഹിത്യത്തിൻ്റെ ആസ്വാദന മാനദണ്ഡങ്ങൾ, ക്രൈറ്റീരിയ ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ വെറും കഥ കേൾക്കുന്ന കൊച്ചുകുട്ടികളെ പോലെ അതിൽ അഭിരമിക്കുന്ന ആളുകളായി മാറില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വാനനിരീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് ഇതുപോലെ തന്നെയാണ്. ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ ഇവിടേക്കാണ് ഉണ്ടായതെന്ന് പറഞ്ഞു, നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വാനനിരീക്ഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയൊന്നും കാണാനോ മനസ്സിലാക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ അതിന് പകരം നമ്മൾ ഈ വാനനിരീക്ഷണം എന്ന് പറയുമ്പോൾ അസ്ട്രോണമി ആണല്ലോ. പക്ഷെ അസ്ട്രോളജി എന്ന് പറയുന്നത് ഇവിടെ എല്ലായിടത്തും പല സ്ഥലത്തും നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. അതായത് മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കുന്നതിന് പകരം ഒരു കൊരണ്ടിയിലിരുന്ന് പലകയിലേക്ക് നോക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം ആ ഒരു ശാസ്ത്രത്തിന് വന്നിട്ടുണ്ട്. അത് ഒരു നല്ല വളർച്ചയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നത്, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്ന ഒരു കാര്യം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ രൂപപ്പെടുത്തിയ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് മാത്രമല്ല, നമ്മളുടെ വേര് എവിടെയാണ്, നമ്മുടെ വേരുകൾ എവിടെയാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ ശരിയായ രീതിയിൽ ചരിത്രം പഠിക്കുമ്പോൾ ആ വേരുകളെ പരിപോഷിപ്പിക്കുന്ന മണ്ണിൻ്റെ ഫലഭൂഷ്ഠത, അതിൻ്റെ ഗുണഫലത, അതുപോലെ തന്നെ അതിലുള്ള ഗുണവും ദോഷവും, ചെടിക്ക് ഗുണവും ദോഷവും ചെയ്യുന്ന ആ മണ്ണിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് കൂടി പഠിക്കുന്ന ഒന്നാണ് ചരിത്രം എന്ന് മനസ്സിലായി. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. നമ്മൾ ചരിത്രത്തെ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ പണ്ട് കാലത്തെല്ലാം നല്ല സാമൂഹിക ബന്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, ആൾക്കാർ വളരെ തൃപ്തരായിരുന്നു, പരസ്പര സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത്ര ശരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ജോസഫ് ജോൺ സാറ് തന്നെ വായിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, നായ്ക്കളേക്കാൾ കൂടുതൽ അകന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒരാളുകളുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ സമത്വം, കുട്ടികളുടെ പ്രാധാന്യം, ഇതൊക്കെ ഇപ്പോഴാണ് നഷ്ടപ്പെട്ടത്, നേരത്തെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ചിന്തിക്കുന്നതിൽ ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നേരത്തെ ഇതിനെക്കുറിച്ചൊന്നും ആളുകൾ ഇത് പരിഗണിച്ചിരുന്നില്ല. നമ്മുടെ ഇതും പരിഗണനയിൽ ഇതൊരു വിഷയമായിട്ട് തോന്നിയിരുന്നില്ല.
അതായത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ പഠിക്കാനോ കഥകൾ വായിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഉത്സവം കൂടാൻ പോകാനോ അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ സാംസ്കാരികമായ കാര്യങ്ങളിലൊന്നും ഇടപെടാനുള്ളൊരു അവസരമില്ലായിരുന്നു. പക്ഷേ അന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ലെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്, അവരും മറ്റുള്ളവരും, അതായത് സ്ത്രീകളും പുരുഷന്മാരും സമൂഹം മൊത്തത്തിൽ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകണം എന്ന് വന്നു കഴിയുമ്പോഴാണ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയുടെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴല്ല കിട്ടാതിരിക്കുന്നത്, പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതൊരു ഒരു സാമൂഹിക സാഹചര്യത്തിന്റെ അനുസരിച്ച് അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ഒരു സുസ്ഥിരതയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുമ്പോട്ട് പോക്കിന് അത് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും കുറെ ആളുകളെങ്കിലും ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന പോലെ വർക്കിംഗ് ക്ലാസ് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വീട്ടിൽ തന്നെയുള്ള വർക്കിംഗ് ക്ലാസ് ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചരിത്രപരമായിട്ട് നമ്മളങ്ങനെ സാമൂഹിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പിറകോട്ട് പോവുകയാണ് എന്നെനിക്ക് തോന്നുന്നില്ല, മുമ്പോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ലോകത്തിലെ എല്ലാ ഭാഗത്തുമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചികിത്സയായാലും രാഷ്ട്രീയമായാലും മതമായാലും ഈ പറയുന്ന ഫിലോസഫി ആയാലും എല്ലാ കാര്യത്തിലുമുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് നമ്മുടെ സമൂഹത്തിലേക്ക് സ്വാംശീകരിക്കാനും ചീത്തയായതിനെ അല്ലെങ്കിൽ ഗുണകരമല്ലാത്തതിനെ മാറ്റി നിർത്താനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് കൂടുതലുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ചരിത്രത്തെക്കുറിച്ചും സാമൂഹിക ആരോഗ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയുടെ അപ്രോച്ചസിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായതും കുറച്ചുകൂടി വ്യാപകമായതുമായ ഒരു കാഴ്ചപ്പാട് നൽകാനായിട്ട് വിനോദ് കുമാർ സാറിൻ്റെ ഈ ഒരു ചെറിയ ക്ലാസ് സഹായിച്ചിട്ടുണ്ട്. അത് വളരെ ഗുണപരമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ സമൂഹത്തിൽ, സാർ പറഞ്ഞ ചെറിയൊരു ഇതാണെങ്കിലും ഇത്രയും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലെങ്കിലും ഒരു മാറ്റത്തിനൊക്കെ കാരണമാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വിനോദ് കുമാർ സാറിൻ്റെ ക്ലാസ്സുകൾ ഇനിയും കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സംഗതി സംഘടിപ്പിച്ച ഇതിന്റെ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഉഷാലക്ഷ്മി മാഡമാണ് ഇതിന് മുൻകൈ എടുത്തതെന്ന് അറിയുന്നു. അന്ന് ക്ലാസ്സിൽ മാഡം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ പറഞ്ഞു നമുക്ക് ഇദ്ദേഹത്തെ കൊണ്ടൊരു ക്ലാസ് എടുപ്പിക്കണം. അദ്ദേഹത്തിന്റെ ചരിത്രപരമായ ഒരു അവയർനെസ്, അത് അതിൻ്റെ ഒരു കാഴ്ചപ്പാട്, ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനാണ് പ്രാധാന്യം. അത് നമ്മുടെ പ്രസന്റ് ഡേ ലൈഫിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ അന്ന് തന്നെ മാഡം പറഞ്ഞിരുന്നു. എന്തായാലും ഇത്ര പെട്ടെന്ന് അത് ചെയ്തതും അതിന്റെ സംഘടനാ വൈഭവത്തിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ക്ലാസ് എടുത്ത വിനോദ് കുമാർ സാറിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയാണ്. അദ്ദേഹം തുറന്നിട്ട ജനലിലൂടെ പുസ്തകങ്ങളുടെ പേരൊക്കെ കേട്ടു, ഞാൻ ഒന്ന് രണ്ടെണ്ണമൊക്കെ കുറിച്ചെടുത്തുള്ളൂ. കേട്ടിട്ട് മാത്രമുള്ള പല ആളുകളുടെ പേരാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അതിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓമന ടീച്ചർ, പത്മ, മത്സമ്മ മാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ഓമന ടീച്ചർ പറയും. സാമൂഹിക ആരോഗ്യം ഒരു വിപുലമായ വിഷയമാണ്. വിനോദ് കുമാർ സാറ് അത് കുറെയൊക്കെ പുറത്തേക്ക് കുറച്ച് ഓവറോൾ പുറത്തേക്ക് ഇട്ടു. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. അപ്പം ഒരുപാട് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ജോസഫ് ജോൺ സാർ വായിച്ച ആ കഥയുടെ കാര്യം പോലെ മനുഷ്യനെ തൊടാത്ത ഒരു പട്ടിയെ കെട്ടിപ്പിടിച്ചുമ്മ വെക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്, ഒരു വല്ലാത്ത ഒരവസ്ഥ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥ തോന്നുമല്ലോ. അപ്പൊ നമ്മുടെ ഭൂതകാലത്തിലുള്ള സാമൂഹിക തിന്മകൾ ആ ഒരു അവസ്ഥയൊന്നും ഇപ്പൊ എവിടെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ എത്രയോ മുന്നോട്ട് വന്നിട്ടുണ്ട്, നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ. അപ്പം മനുഷ്യന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നല്ലോ അത്. വെറും സാമൂഹിക തിന്മയല്ലല്ലോ. അപ്പോൾ അടിച്ചമർത്തലും വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കലും ലേഡീസിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും എല്ലാം കുറെ മാറ്റങ്ങൾ ഭൗതികമായിട്ട് വന്നെങ്കിലും ഒരു മാറ്റവും വരാത്ത ചില അവസരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ലേ എന്ന് സംശയം തോന്നുന്ന അവസ്ഥകൾ ഇപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഈ തിന്മകളൊന്നും അത്ര വേഗം തുടച്ചു നീക്കാൻ പറ്റിയാലെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എന്തായാലും നല്ലൊരു സബ്ജക്റ്റാണ് സാറ് ഇവിടെ എടുത്തിട്ടത്. എൻ്റെ വിഷയം ഹിസ്റ്ററിയാണ്.
അപ്പോൾ ഒത്തിരി ഒരു നൊസ്റ്റാൾജിയ തോന്നി സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ. ഇന്നിപ്പോൾ ആരോഗ്യകരമായ ജീവിതശൈലിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോരാട്ടം നടത്തുന്നത്. അന്ന് സാമൂഹിക സമത്വത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ എങ്ങനെ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കേരളത്തിലെ ഒരുപാട് നവോത്ഥാന നായകർ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു. കേരളം വളരെ മുമ്പിലാണ് എല്ലാ കാര്യത്തിലും. എന്നാൽ ചില സമയങ്ങളിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഏറ്റവും പുറകിലാണോ എന്ന് സംശയം തോന്നുന്ന അവസ്ഥകളും എല്ലാ സാമൂഹ്യ വ്യവസ്ഥിതിയിലും അതുണ്ടാകും. എന്തായാലും നമ്മൾ ഇവിടെ സമാധാനക്കേട് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പിള്ളേരോട് ഞാൻ പറയുമായിരുന്നു, നിങ്ങളൊക്കെ നന്നായി വരണം. അപ്പം പിന്നെ നിങ്ങൾ ഓർക്കണ്ട, ടീച്ചറുടെ മക്കൾ നന്നായ പോരെ, ഞങ്ങളെന്തിനാ നന്നാകുന്നതെന്ന് ഓർക്കണ്ട. നിങ്ങളൊക്കെ മോശമായാൽ നിങ്ങളുടെ അയലോക്കത്ത് എനിക്ക് താമസിക്കണ്ടേ, ധൈര്യമായിട്ട് താമസിക്കാമല്ലോ. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണെങ്കിൽ എനിക്കും എൻ്റെ വീട്ടിൽ ധൈര്യമായിട്ട് താമസിക്കാമല്ലോ എന്ന് പറയുമായിരുന്നു. എന്നാന്നറിയത്തില്ല, ഇപ്പോഴും ഞാനിങ്ങനെ ഓരോ പിന്നെ പത്രത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വയനാടുമായിട്ടോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പത്രത്തിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ഉൾക്കിടിലം തോന്നാറുണ്ട്. വായിക്കും ഞാൻ, എൻ്റെ സ്കൂളിൽ പഠിച്ച പിള്ളേരൊന്നും ആകരുതേ എന്നിപ്പോഴും ഞാൻ വിചാരിക്കുന്നു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് എത്രയോ കാലമായി. അപ്പൊ ഞാൻ തന്നെ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, ഞാൻ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ അധികം കാണാറില്ല. അങ്ങനെ ഒരു സമാധാനമുണ്ട്. ഞാൻ JJBയിൽ ഇരുന്നപ്പോഴാണേലും ഈ കാപ്പി കുരുകട്ടിട്ടൊക്കെ 2-3 പിള്ളേരെ അവിടെ വന്നിട്ടുണ്ട്. അപ്പം അവരുടെ എടുത്തു പറയും, ടീച്ചറുടെ പിള്ളേരാ. അത് ഇപ്പോഴത്തെ പിള്ളേരാണ്. എന്നാൽ പോലും അങ്ങനെ ഒരു ബന്ധം നമുക്ക് സമൂഹത്തോടുണ്ടല്ലോ. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും സാറിന്റെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. എറണാകുളത്ത് ഞാനും വരേണ്ടതായിരുന്നു, എനിക്ക് വരാൻ മടി വന്നു. അതുകൊണ്ട് സാറിനെ പരിചയപ്പെടാൻ പറ്റിയില്ല. താങ്ക് യു സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങൾ ചോദ്യങ്ങളോ നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പ് വിനോദ് കുമാർ സാറിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനും കൂടെ പറഞ്ഞിട്ട്. വേറെ ആർക്കും ഇല്ലെങ്കിൽ വിനോദ് സാർ പറയും. ഓക്കെ, വിനോദ് സാർ പറയും. ഞാൻ പറയട്ടെ. പത്മ പറയും. യെസ് യെസ്. ചരിത്രത്തിനെ പറ്റിയിട്ട് എനിക്കും കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. എല്ലാവർക്കും പുറമേയുള്ള വായനയെ എൻ്റെ പറ്റി കേട്ട് തന്നെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അറിയുന്നുള്ളൂ. അപ്പോൾ സാറിന്റെ ക്ലാസ്സുകൊണ്ട് നമുക്ക് ഒരു പുതിയ തോട്ട് ഒന്നും കൂടി ചിന്തിക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ ചരിത്രം എന്ന് പറയുന്നത് ഇന്നലത്തെ ചരിത്രം നാളത്തെ കഥ എന്ന് പറയുന്ന പോലെയാണല്ലോ. നമ്മളെ ഇപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞ് വായിക്കുന്നത് നമുക്കൊരു കഥ പോലെയാണ് തോന്നുന്നത്. അപ്പോ സമൂഹത്തിന്റെ മാറ്റം എന്ന് പറയുമ്പം ഇപ്പൊ സമൂഹത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പൊ മാനസികമായും ശാരീരികമായുള്ള ആരോഗ്യമാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാലത്തിനനുസരിച്ച് മാറ്റം തോന്നാം. അതിപ്പോ നല്ലതായിട്ടും ഉണ്ടാവാം. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ ചിന്താഗതിയും അനുസരിച്ച് അതിന് മാറ്റം വരാം. ഇപ്പൊ പഴയ കാലത്തെ എല്ലാം ശരിയാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതേസമയം ഇന്നത്തേതും മുഴുവൻ ശരിയാണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കതിൽ പഴയതിന് നല്ല മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന്റെ മാനസികാരോഗ്യം മാറ്റാൻ സാധിക്കുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ചരിത്രത്തിനെ വെറും കഥയായി മാത്രം കാണാതെ അതിലുള്ള നല്ല വശമെടുത്ത് ഇന്നലേക്ക് ചേർത്ത് ഇന്നത്തെ സമൂഹത്തിന് ഇങ്ങനെ മാറ്റം വരുത്താം. അങ്ങനെയെല്ലാം എനിക്ക് തോന്നിയത്. കൂടുതലായിട്ടൊന്നും ഇതിനെപ്പറ്റി പറയാൻ കുറെ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കണം എന്നറിയില്ല. കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുക ശരിയാണ്, നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റുന്നു. പക്ഷെ അതെനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, ഏത് വിധത്തിലാണ് പറയേണ്ടതെന്ന്. അതായത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ പഴയ കാലത്തെ ഓരോ രീതി ഉണ്ടല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പൊ പഴയ കാലത്ത് ഇപ്പൊ സാറ് ഒരു പേപ്പർ കട്ടിങ്ങിൽ വായിച്ചത് അന്നത്തെ കാലത്ത് തൊടാണ്ടിരിക്കുന്ന അത് ജാതി മതത്തിന്റെ പ്രശ്നമായിരിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പണവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് കൂടുതൽ. ഇപ്പോൾ ജാതി മത അതിനേക്കാളും ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു അകലാന്ന്
ഇപ്പൊ കൂടുതൽ വരുന്നത്. അപ്പോൾ പണ്ട് അങ്ങനെയല്ല ചോദിച്ചാൽ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പ്രജകളായി ജീവിക്കുന്ന കാലം. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മളിപ്പം മാറ്റം വന്ന് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ വേറൊരു വശമായിട്ടാണ് ഇപ്പൊ തോന്നുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾ പണ്ടുണ്ടായവരെ പോലെ തന്നെ ശ്രീനാരായണ ഗുരുവും അവരെല്ലാം പറഞ്ഞ പോലെ അതിന് പറ്റിയത് മാറ്റം വരുത്താനുള്ള ആൾക്കാരും അത് പറഞ്ഞ് സമൂഹത്തിന് വേണ്ട രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ആൾക്കാരെ ഒക്കെ അഭാവം ഇന്നത്തെ കാലത്തുണ്ട് എന്ന് തോന്നുന്നു. അതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. എന്തായാലും താങ്ക് യു, നല്ലൊരു ക്ലാസ് തന്നതിന് താങ്ക് യു. ഓക്കെ, ദെൻ ഉഷാമ. ഉഷാമ കേൾക്കുന്നുണ്ടോ? യെസ്. സാറേ നമസ്കാരം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ, സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. Yes, ഓക്കെ, കേൾക്കാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നിപ്പം എനിക്ക് രണ്ട് വാക്ക് പറയാനുള്ളത്, വിനോദ് കുമാർ സാറിന്റെ ക്ലാസ് ഞാൻ നമ്മളെ PCTയുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് സാർ എടുക്കണമെന്ന് ആവശ്യപ്പെട്ട സാറ് വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിക്കുകയും ഇത്ര മനോഹരമായിട്ട് ക്ലാസ് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നന്ദി എനിക്ക് പറയണമെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വോയിസ് കുറച്ച് ബ്രേക്ക് ആവും, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ കൂടി ചെയ്യുവാണ്, അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് ഇരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഏതൊരു വിദ്യാർത്ഥിയുടെയും എക്കാലത്തെയും ഒരു അനുഗ്രഹമായിട്ടും ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. വിനോദ് കുമാർ സാറിനെ പോലെയുള്ള ഒരു ആളുടെ ക്ലാസ്സിൽ, ഒരു അധ്യാപകന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അറിവ് എന്ന വലിയ സാമ്രാജ്യത്തിലെ ഒരു യുവരാജാവാണ് വിനോദ് കുമാർ സാർ എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും. അപ്പം എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അദ്ദേഹത്തിനെ അറിയിക്കുകയാണ്. PCTയുടെ പേരിലുള്ള നന്ദി പറയുന്നു. പിന്നെ ഈ പ്രോഗ്രാം ഇത്ര മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്ത സാബു സാറിനെയും, അതുപോലെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ PCTയുടെ എല്ലാ അത് മനോഹർലാൽ സാറ് പോലെയുള്ള എല്ലാ ലീഡേഴ്സും ഉണ്ട്. എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, വിനോദ് സാർ ഒന്ന് വരൂ. ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ടോ? എന്നെ കേട്ടതിന്, വിശദമായി കേട്ടതിന് ആദ്യം രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. യെസ്. നമ്മൾ ഒരു ഇന്നലെ കേമും അല്ല ഇന്നലെ മോശം ഇന്ന് കേമും, അല്ല ഇന്ന് മോശം ഇന്നലെ കേമും, ഇത് നമ്മുടെ ഒരു ദ്വൈത ഭാവനയാണ്. അപ്പൊ ഞാൻ ആ രീതിയിലല്ല പറയുന്നത്. ഇന്ന് കേമമാണ്, ഇന്നലെ മോശം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്നലെ കേമമാണ്, ഇന്ന് മോശം. ഈ ഡൈക്കോട്ടമി, ഇതൊരു യൂറോപ്യൻ ഡൈക്കോട്ടമിയാണ്. മലയാളിയെ വലിയ തോതിൽ കടന്നു പിടിച്ച ദുർഭൂതമാണ്. ഇപ്പൊ MK ഹരികുമാർ സാറ് കേരളത്തിലെ ഒരു നല്ലൊരു എഴുത്തുകാരനാണ്. എത്ര പേർക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്ന അദ്വൈതം, ഒരു അദ്വൈത ഭാവന, നാരായണ ഗുരുവിന്റെ ഒക്കെ ഒരു അദ്വൈത ഭാവനയിലൂടെ നമുക്ക് മുന്നോട്ട്. ഇതിന് ഉത്തരങ്ങളില്ല, കാരണം എല്ലാവരും വളരെ ലേൺഡ് ആണ്, എല്ലാവർക്കും ഒരു പൊസിഷൻ ഉണ്ട്, ധാരാളം അനുഭവങ്ങളുണ്ട്, ധാരാളം വായനയുണ്ട്. അപ്പൊ നമ്മൾ അതിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ ഓരോ കാലത്തും വായിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ഒന്ന് പാകപ്പെടണം, നമ്മളെ ഒന്ന് കറക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ ഈയിടെ ഒരാൾ പറഞ്ഞത്, അത് ശരിയാണെന്ന രീതിയിലല്ല പറഞ്ഞത്. അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് ആൾക്ക്, ഞാൻ ആ പേരിവിടെ പറയുന്നില്ല, അവരെത്രയോ ബുക്ക് വായിച്ച 2 പേര്, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. അവരെന്തിനാണ് ബുക്ക് വായിച്ചത്? ഒരു കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിലൂടെ പോകണം, ചെറിയ തോതിൽ നമ്മൾ അതിനെ മാറിപ്പോകണം എന്നുള്ള, അതാണ് ഞാനത് പറയുന്നത്. വേറൊരു കാര്യം, ഞാൻ ഇവിടെ പണ്ട് കറുപ്പന സാറിനെ കുറിച്ച് ഒരു സാറ് സംസാരിച്ചു. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യാം. അദ്ദേഹത്തിന്റെ, ആ സമയത്ത് വിട്ടുപോയതുകൊണ്ടാണ്, അല്ല കൂട്ടിച്ചേർക്കാൻ വേണ്ടി പറയുന്നില്ല. ഞാൻ കോട്ട് ചെയ്ത ബുക്ക് അദ്ദേഹത്തിന്റെ ജാതി കുമ്മിയാണ്.
അത് ജാതിക്കുമ്മി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എഴുതിയ ജ്ഞാനക്കുമ്മിയിൽ നിന്നാണ് ജാതിക്കുമ്മി വരുന്നത്. ഞാൻ ഈ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എന്ന് പറഞ്ഞാല് പലപ്പോഴും നാരായണ ഗുരുവുമായിട്ട് സംബന്ധിച്ച കാലത്തെ ഒരേ ഒരാൾ ശിവയോഗിയാണ്. അദ്ദേഹത്തിന് സിദ്ധവൈദ്യ പാരമ്പര്യമുണ്ട്. ഞാൻ ആ വൈദ്യ പാരമ്പര്യോട് പറയാൻ മറന്നുപോയി. സിദ്ധനാണ്, വലിയ സിദ്ധനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. ആ സിദ്ധവൈദ്യ പാരമ്പര്യത്തിൽ നിന്നാണ് ആലത്തൂർ ആശ്രമത്തെ പടുത്തുയർത്തുന്നത്. ജാതിക്കുമ്മി എന്ന് പറഞ്ഞാൽ പ്രിന്റ് വരുന്നതിന് മുൻപ് 10 വർഷം മുൻപ് കൊച്ചിയിലും പരിസര പ്രദേശവും ആൾക്കാർ പാടി നടന്നതാണ്. അതിനുശേഷമാണ് പ്രിന്റ് വരുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ സിദ്ധവൈദ്യത്തിന് ചില ശകലങ്ങൾ, ചില കാര്യങ്ങൾ ഈ പണ്ഡിറ്റ് കറുപ്പനിൽ ഉണ്ട്. അത് ഞാൻ എൻ്റെ ഗവേഷണത്തിലൂടെ ഞാൻ അത് കണ്ടെത്തിയത്. ഒരു ബുക്ക് ഞാൻ ആ രീതിയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം വേറൊരു സാറ് പറഞ്ഞതുപോലെ ഈ വാന നിരീക്ഷണത്തെ സംബന്ധിച്ചാണ്. ഈ വാന നിരീക്ഷണ പാരമ്പര്യം കേരളത്തിനുണ്ടോ, കേരളത്തിന് സയൻസിന്റെ പാരമ്പര്യം ഉണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ കുസാറ്റിലെ പ്രൊഫസർ VP നമ്പൂരി സാർ പറഞ്ഞ കാര്യമുണ്ട്. 1835 ഒരു കാര്യം, ഞാനൊരു ഹിസ്റ്ററി മാഷ് എന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ സുവോളജിക്കോ ബോട്ടണിക്കോ വലിയ ലാബുകളോ പരീക്ഷണശാലകളോ നിർമ്മിച്ചിട്ടില്ല. അവർ നിർമ്മിച്ച പ്രധാനപ്പെട്ട 2 പരീക്ഷണശാല ഒന്ന് ബംഗാളും ഒന്ന് ബോംബെയിലുമാണ്. കേരളത്തിലും പിന്നീട് തുടങ്ങിയത് കേരള സൊസൈറ്റി, എഡ്വേർഡ് കോട്ടൺ തുടങ്ങിയ എഡ്വേർഡ് സൊസൈറ്റി. പക്ഷെ പ്രധാനപ്പെട്ട 2 എണ്ണം അത് 1784 ബംഗാളിലും 1804 ബോംബെയുമാണ്. ബോംബെ എന്ന് പറയുമ്പോൾ ഏകദേശം 10 വർഷക്കാലത്തോളം നമ്മുടെ മലബാറിന്റെ തലസ്ഥാനമായിരുന്നു ബോംബെ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സയൻസിനെ മുഴുവൻ പൊടിച്ച് പപ്പടമാക്കിയെന്നാണ് ഈ കുസാറ്റിലെ പ്രൊഫസർ. കുസാറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് VP നമ്പൂരി സാർ പറഞ്ഞത്. ഇപ്പൊ സയൻസിന്റെ ഒരു കാര്യം നമ്മൾ ഓർക്കും. ഞാൻ വാന നിരീക്ഷണ ശാലയിലേക്ക് വന്നാല്, അതായത് ജോർജ് ഗീവർഗീസ് ജോസഫ് വളരെ പ്രശസ്തനായ ചിന്തകനാണ്. ഇവിടെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ P ദിവാകരൻ കൊച്ചി സ്വദേശിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിന്റെ സഭയാണ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി. അതിലെ ആൾക്കാർ AK ബാഗ്, ദീപക് കുമാർ തുടങ്ങിയ ആൾക്കാർ, ഇവരൊക്കെ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യം കേരളത്തില്, ഇന്ത്യയിലെ ഒരു ഏഷ്യയിൽ തന്നെ ഏറ്റവും സമ്പന്നമായ മാത്സിലെയും വാന നിരീക്ഷണത്തിന്റെ കേന്ദ്രം കേരളമാണ്. അതുകൊണ്ടാണ് കുസാറ്റിലെ ഒരു പ്രൊഫസറും നമ്മുടെ നീലേശ്വരംകാരനായ, ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഗണിത ശാസ്ത്രജ്ഞനായ ത്രിവിക്രമൻ അടക്കമുള്ള ആൾക്കാര് ഈ ആര്യഭട്ടന്റെ ജന്മസ്ഥലം പോലും കേരളം എന്ന് പറയുന്നു. ഞാൻ ആ തിസീസിന് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. ഈ ഒരു അടിസ്ഥാന ഭാവം പിന്നീട് ജ്യോതിഷമായി മാറി എന്ന് സാറ് പറഞ്ഞ കാര്യമുണ്ട്. പക്ഷെ ഒന്നുകൂടി ഞാനതിൽ ചേർക്കുകയാണ്, ഈ ഒരു അടിസ്ഥാന ഭാവത്തിൽ നിന്നാണ് 19ാം നൂറ്റാണ്ടിലെ ട്രൂ സയന്റിസ്റ്റുകൾ, ക്രിട്ടിക്കൽ തിങ്കേഴ്സ് വന്നത്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയും പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും നാരായണ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗ സ്വാമികൾ സിദ്ധവൈദ്യനാണ്. അതുകൊണ്ടാണ് രാഘവൻ തിരുവുൽപ്പാട് പറഞ്ഞത് ഒരു വൈദ്യന് മാത്രമേ നാരായണ ഗുരുവിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. ആ ഒരു പാരമ്പര്യം അങ്ങനെ ഉണ്ട്. ഞാൻ എൻ്റെ ആർഗ്യുമെന്റിനോട് യോജിക്കണമെന്നല്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ അവസാനം ഒരു കാര്യം പറയുന്നത്, ഈ സയന്റിസ്റ്റിൽ നിന്നാണ് ഗുരു പിറവിയെടുക്കുന്നത്. 1888 മാർച്ച് 12 ശങ്കരൻകുഴിയിൽ നിന്ന് കല്ലെടുത്ത് ഇതാണ് ശിവലിംഗം എന്ന് പറയുന്നത് ഈ സയൻസിന്റെ പ്രതിഫലനമാണ്. ഇത്രയും സയൻസ് യൂറോപ്പിലില്ല. യൂറോപ്പിലെ സയന്റിസ്റ്റുകളൊക്കെ മർക്കന്റിൽ സയൻസ് ആണ്. ആഡം സ്മിത്ത്, മാൽറ്റ്യൂസ്, ഡേവിഡ് റിക്കാർഡോ, ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഫ്ലൈങ് ജോൺ കെ, ജെയിംസ് ഹർഗ്രീവ്സ്, ആ കാലത്തിന്റെ സയന്റിസ്റ്റുകൾ മുഴുവൻ മർക്കന്റിൽ സയന്റിസ്റ്റുകളാണ്. ആ സയൻസ് ആണ് കോളനി വാഴ്ചയ്ക്കും വാഗൻ ട്രാജഡിക്കും ജാലിയൻ വാലാബാഗിനും കാരണമായത്. അതുകൊണ്ട് കൊളോണിയലിസം പരിപൂർണമായി തെറ്റ് എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു മാറ്റമുണ്ട് എന്നേ പറയുന്നു. ഇതൊന്നും ഞാൻ സംവദിച്ചു എന്നാണ്. ഒരിക്കൽ കൂടി എന്നെ കേട്ടതിനുള്ള സന്തോഷം അറിയിക്കുന്നു. എന്നെ കേട്ടു എന്ന് പറഞ്ഞൊരു സന്തോഷമുണ്ട്. നിങ്ങളോട് സംവദിക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. നമ്മുടെ എല്ലാ ആൾക്കാരും നമ്മുടെ രീതിയിൽ ഇതിനെ ചിന്തിക്കുക. ഓരോ ആർഗ്യുമെന്റും ഒരു ആർഗ്യുമെന്റിനെ തിരുത്താനോ വേറൊരു പരികല്പന അവതരിപ്പിക്കാനോ എൻ്റെ ഒരു ലക്ഷ്യമല്ല. ആ രീതിയിൽ ഞാൻ പരിശ്രമിച്ചിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വന്നാൽ തന്നെ അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് അങ്ങനെയല്ല. കൂടുതൽ ചിന്തകൾ വരട്ടെ. നിങ്ങളുടെ ഈ സഭ, ഇതിന് കൂടുതൽ ആൾക്കാർ വരട്ടെ. ഒരു സഭയുമായുള്ള യാത്രകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കാരണം എത്ര പേരാണ് ഈ ആൾക്കാരെ ചേർത്തുകൊണ്ട് അത്രയും ആൾക്കാരെ നമ്മുടെ കൂടെ നടത്തുക വളരെ ശ്രമകരമായ ജോലിയാണ്. അപ്പൊ ആ ശ്രമകരമായ ജോലി നിറഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ചെയ്യുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ ഉഷാലക്ഷ്മിയാണ് എനിക്ക് ഈ ടോപ്പിക്ക് പ്രപ്പോസ് ചെയ്തത്.
ഒരുപക്ഷെ ഞാൻ എന്ത് ആലോചിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ ഈ കൂട്ടക്ഷരമാണ് ഈ സാമൂഹ്യ ആരോഗ്യം ഒന്നിച്ചെന്നെ എഴുതുക. ഇപ്പൊ സമീപകാലത്ത് കേരളത്തിൽ ഒരു ബുക്ക് വന്നിട്ടുണ്ട്. ബിജു കൂനത്താൻ മഹാരാജാസ് കോളേജിലെ മാസ്റ്ററാണ്. അദ്ദേഹമാണ് ഈ സാമൂഹ്യ ആരോഗ്യം എന്ന രീതിയിൽ ബുക്ക് എഴുതിയിട്ടുണ്ട്. കൂട്ടി സാമൂഹ്യ ആരോഗ്യം. അപ്പൊ ഇതിനെ കുറിച്ച് കേരളം ചിന്തിക്കണം. നമ്മൾ ഏത് കോണിൽ നിന്ന് ഏത് കാഴ്ചസ്ഥാനമെന്ന് എല്ലാവർക്കും ചിന്തിക്കാം. പക്ഷെ സാമൂഹ്യ ആരോഗ്യം എന്നൊരു കാര്യം ഉണ്ട് എന്ന് നമ്മൾ ഉറക്കെ പറയുകയും അതിന്റെ കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കണം. ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. സോ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. സാമൂഹ്യ ആരോഗ്യവും മെന്റൽ ഹെൽത്തും വളരെ റിലേറ്റഡ് ആണ്. അതുകൊണ്ട് അല്ലേ നമുക്ക് വളരെ പ്രസക്തമാണ് സാറിൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ്. മെന്റൽ ഹെൽത്ത് അടിസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാം. താങ്ക് യു സാർ. ഇതില് ഒരു കാര്യം സൂചിപ്പിച്ചത് സാമൂഹിക ആരോഗ്യത്തിന്റെ അടിത്തറ തന്നെയാണ് പങ്കാളിത്തവും സഹാനുഭൂതിയും. ആ സഹാനുഭൂതി പങ്കാളിത്തവും എത്രത്തോളം പഴയ ഒരു കാലഘട്ടം, ഞാനത് പഴയ പുതിയ എന്ന് പറയല്ല, ഈ പുതിയ കാലത്ത് എത്രത്തോളം സഹാനുഭൂതിയും പങ്കാളിത്തവും വർദ്ധിക്കേണ്ടതാണല്ലോ വേണ്ടത്. അത് വർദ്ധിക്കുന്നതാണ് നമ്മളെ ഒരു ആരോഗ്യകരമായ പുരോഗതി എന്ന് നമുക്ക് പറയാം. അവിടെയാണ് ഒരു ചെറിയ ഒരു ശങ്ക എനിക്ക് ഉണ്ടാവുന്നത്, വേറൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം താങ്ക് യു വിനോദ്. പങ്കെടുത്ത എല്ലാവരും വീണ്ടും അടുത്ത ഞായറാഴ്ച കാണാം. തിങ്കളാഴ്ച നാളെ വൈകുന്നേരം നമുക്ക് സൈക്കോളജി ഓഫ് ഫീലിംഗ് ഫീലിംഗ് ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ നാളെ വൈകുന്നേരം 7 മണിക്കുണ്ട്. നല്ലൊരു ക്ലാസ്സിനല്ലേ, വ്യത്യസ്ത രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടി. സന്തോഷമുണ്ട്. Okay, see you and good night. Okay.